Welcome to KAS Economics Hub, deciphering economics for competitive exams. So now we are going to discuss one of the most important portion. So ആദ്യമായിട്ട് before we start discussing national income accounting, എനിക്ക് അറിയേണ്ട ചോദ്യം എന്തിനാണ് what is the rationale behind estimating national income? എന്തിനാണ് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ദേശീയ വരുമാന എസ്റ്റിമേഷൻ ഈസ് നോട്ട് എ സിമ്പിൾ സ്ട്രാറ്റജി, ഒരു സിമ്പിൾ പ്രൊസീജിയർ അല്ല, ധാരാളം കോംപ്ലിക്കേഷൻ ഉള്ള പ്രൊസീജിയർ ആണ് ദേശീയ വരുമാനത്തിന്റെ കാൽക്കുലേഷൻ. സോ കാരണം പൊതുവെ 2 മാസത്തിൽ കൂടുതൽ എടുക്കും ഈ പറഞ്ഞ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, ഒരു ക്വാർട്ടറിലെ ഒരു പാദത്തിലെ. സോ എന്തിനാണ് എസ്റ്റിമേറ്റ് ചെയ്യണേ? വാട്ട് ഈസ് ദ റാഷണൽ എന്ന് പറയാമോ? നിങ്ങളുടെ കാഴ്ചപ്പാട്. ചുമ്മാ ഇരുന്നാൽ പോലെ, എന്തിനാ വെറുതെ പൈസ മുടക്കി ഇത്ര പേര് അപ്പോയിന്റ് ചെയ്ത് ഇത്ര കണക്കൊക്കെ എടുത്ത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം? എന്തൊക്കെയായിരിക്കാം? സോ വെരി ഗുഡ്, പ്രോപ്പർ പ്ലാനിങ്. തീർച്ചയായും നമുക്ക് ഭാവിയിൽ ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വളർച്ച കൈവരിക്കണം, അതൊക്കെ എന്താ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ പറഞ്ഞ ദേശീയ വരുമാനത്തിന്റെ എസ്റ്റിമേഷൻ. മെഷറിംഗ് പ്രോഗ്രസ്, വെരി ഗുഡ്. നമ്മുടെ നന്ദകുമാർ സാർ പറഞ്ഞ പോലെ മെഷറിംഗ് പ്രോഗ്രസ്. ഒരു കൺട്രി വളർച്ച കൈവരിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മളെല്ലാവരും കണ്ട ഒരു ടേമാണ് പ്രോഗ്രസ് കാർഡ്. കേട്ട് കാണുമല്ലോ, പ്രോഗ്രസ് കാർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായാലും നമ്മൾ കാണുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്, പ്രോഗ്രസ് കാർഡ്. സോ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താ? അത് കാണിക്കുന്നത് നമ്മുടെ കുട്ടിയുടെ പ്രോഗ്രസ് ആണ്. ആ കുട്ടി പഠിക്കുന്നുണ്ടോ, അവൻ എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തനം എങ്ങനെയാണ്. സോ ഒരു പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോഗ്രസ് കാർഡ് വഴി മെഷർ ചെയ്യാം. ഈ പറഞ്ഞ എക്സാമിന് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ആർട്സിന് എത്ര മാർക്ക്, എത്ര ഗ്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്പോർട്സിന് എങ്ങനെ പെർഫോം ചെയ്യുന്നു. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അതുണ്ട്. പിന്നെ ഒരു കൺട്രിയുടെ എന്തിനൊക്കെ പറയാം? പ്ലാനിങ് ഉണ്ട്, പ്രോഗ്രസ് മെഷർ ചെയ്യാനുണ്ട്, വേറെ ബാക്കി ആർക്കൊന്നും പറയാനില്ല. അത് ഞങ്ങൾ പറയില്ല, അങ്ങനാണോ? എല്ലാവരും പറയണം. നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. നിങ്ങൾ കാണുന്നതല്ലേ, വാർത്ത കേൾക്കുന്നല്ലോ. ഇന്ത്യയുടെ GDP നിരക്കിനെ പറ്റി വാർത്ത കേൾക്കാത്ത ആരും കാണില്ല. ഇന്ത്യ വളർച്ച കൈവരിക്കുന്നു, ഇന്ത്യ പുരോഗതിയിലേക്ക് പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നതാണ്. അപ്പൊ എന്തിനായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? കുട്ടി മിണ്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആരൊന്നും പറയുന്നില്ല. ഓക്കെ, ടു കാൽക്കുലേറ്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഒരു കൺട്രിയുടെ വളർച്ചാ നിരക്ക്, സാമ്പത്തിക വളർച്ച അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാം. സോ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത് ഈസ് ആക്ച്വലി എ മെഷർ ഓഫ് വാട്ട്? എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ? എന്താണ് മെഷർ ചെയ്യുന്നത് അവിടെ? ഇറ്റ് ഈസ് ആക്ച്വലി മെഷറിങ് എന്തായിരുന്നു? ഒരു കൺട്രിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിശകലനമാണ്, അല്ലേ? എക്കണോമിക് ഗ്രോത്ത് എന്താണ്? ഒരു കൺട്രിയിലെ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ മെഷർമെന്റ് ആണ്. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പറഞ്ഞ ഓർമ്മയില്ലേ? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്ന ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട് ഒരു എക്കണോമിയിൽ. ഈ എക്കണോമിയിലുള്ള പ്രവർത്തനം എന്തൊക്കെയാണ്? എന്തൊക്കെ ഉൽപ്പന്നം നിർമ്മിക്കപ്പെടുന്നു, എന്തൊക്കെ സേവനങ്ങൾ നിർമ്മിക്കപ്പെടുന്നു, അവയുടെ മെഷർമെന്റ് ആണെന്ത് ഈ പറഞ്ഞ എക്കണോമിക് ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത്. സോ അത് തന്നെയാണ് എന്ത് ദേശീയ വരുമാനവും കണക്കാക്കുന്നത്. സോ ദേശീയ വരുമാനം പ്രധാനമായി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി ടു മെഷർ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ ആൻ എക്കണോമി. സോ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ആർ ദ റാഷണൽ ബിഹൈൻഡ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി, അല്ലെങ്കിൽ റീസൺസ് ബിഹൈൻഡ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. ഒരു ചോദ്യമാണ്, KS മെയിൻസ് ചോദിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഒരു കൺട്രിയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ചുമ്മാ എസ്റ്റിമേറ്റ് ചെയ്യുമല്ല, അതിന് കാരണമുണ്ട്, തക്കതായ കാരണമുണ്ട്. അതിലൊരു കാരണമാണ് എന്ത്? ടു മെഷർ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമിയുടെ ഡിഫറെന്റ് സെക്ടേഴ്സിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെയാണ്, അതിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അതെന്ത് ചെയ്യാൻ നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്ന വഴി അറിയാൻ പറ്റും. ഇനി ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയില് ആരാണ്, അല്ലെങ്കിൽ ഏത് ഏജൻസിയാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് എന്ന് അറിയാമോ? Do you know which agency
ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജൻസിയുടെ പേരറിയാമോ? കമന്റ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മൈക്ക് ഓണെങ്കിൽ പറയാം. ഓക്കെ, അല്ല, ശ്രീലക്ഷ്മി പ്ലാനിംഗ് കമ്മീഷൻ അല്ല. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ ഇപ്പൊ ഇല്ല. നോക്കുമ്പോ 2015 2015 പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലായി. സോ പ്ലാനിംഗ് കമ്മീഷൻ അല്ല. യെസ്, വെരി ഗുഡ്. സൂര്യ മാം, നന്ദുമാസ കമന്റ് ചെയ്തു. ഇറ്റ് ഈസ് NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സോ ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO എന്ന് പറയും. ചുരുക്കനാമം എന്താ? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO, അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, MOSPI. So National Statistical Office under Ministry of Statistics and Program Implementation. എന്താണ്? Ministry of Statistics and Program Implementation. അതിന് കീഴിൽ വരുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഇന്ത്യ നാഷണൽ ഇൻകം ഈസ് എസ്റ്റിമേറ്റഡ് ഇൻ ക്വാർട്ടർലി ഫോർമാറ്റ് ആണ്. അതായത് ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സാമ്പത്തിക വർഷം 12 മാസം ഉണ്ടാവുമല്ലോ. ഈ 12 മാസത്തില് മൂന്ന് മാസമുള്ള 4 ക്വാർട്ടേഴ്സ് ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ 12 മാസത്തെ 3 മന്ത്സിന്റെ 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഫസ്റ്റ് ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ തേർഡ് ക്വാർട്ടർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫോർത്ത് ക്വാർട്ടർ എന്നിങ്ങനെ 4 പാദങ്ങളിലും വി ക്യാൻ സി ഇൻ ഈച്ച് ഓഫ് ദീസ് ക്വാർട്ടേഴ്സ് നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ തോത് എത്രയാണ്, നിരക്കെന്ന് എന്ത് ചെയ്യാറുണ്ട്, റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ NSO എന്ന ഈ പേര് അല്ലെ NSO എന്ന ഈ ബോഡി രൂപീകരിക്കുന്നത് 2019 2019 NSO എന്ന ഈ ബോഡി രൂപീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അന്ന് സാറേ 2019, അതിന് മുന്നേ എന്താ ദേശീയ വരുമാനം ഇല്ലായിരുന്നോ? എസ്റ്റിമേറ്റ് ചെയ്യാൻ വേറെ ഏജൻസി ആയിരുന്നു? നോക്കുവാണെങ്കിൽ 2019 മെയ്യില് 2019 മെയ്യില് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന CSO എന്നൊരു ബോഡിയുണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നമ്മുടെ MOSPയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നൊരു ബോഡിയും, അതുപോലെ MOSPI മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അതിന് കീഴിലുണ്ടായിരുന്ന മറ്റൊരു ബോഡിയായിരുന്ന NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇവ രണ്ടിനെയും കൂടെ എന്ത് ചെയ്തു? ഗവൺമെന്റ് മെർജ് ചെയ്തു. സോ 2019 മെയ്യില് 2019 മെയ്യില് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ merged the erstwhile CSO, the Central Statistical Office, and National Sample Survey Organization to form NSO. ഇവ രണ്ടിനെ merge ചെയ്തിട്ടാണ് എന്ത് NSO എന്ന ബോഡി രൂപീകരിച്ചത്. അത് നോക്കുവാണെങ്കിൽ നിങ്ങളെ പേപ്പർ വായിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ കാണാം NSO, CSO എന്ന ഈ ടേം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും. പക്ഷെ അറിഞ്ഞിരിക്കുക, ആക്ച്വൽ യൂസ് എന്താണ്? NSO ആണ്. ഒഫീഷ്യലി പറയുമ്പോൾ സൈറ്റിന്റെ പേരെല്ലാം മാറ്റിയവര് NSO ആണെന്ത് ദേശീയ വരുമാനം ഇന്ത്യയില് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ CSO 1956 രൂപീകരിക്കുന്നത്. 1956 ആണ് CSO എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
അന്ന് മുതൽ 2019 വരെ CSO ആയിരുന്നു എന്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജൻസി. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ വഴി വി ക്യാൻ ഗെറ്റ് ദ നോളജ് ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് പെർഫോമൻസ്. ഓരോ മേഖലയുടെയും പെർഫോമൻസ് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം അറിയാൻ സാധിക്കും. സോ നിങ്ങൾ നോക്കൂ, കാർഷിക മേഖല 1950s എത്രയായിരുന്നു കോൺട്രിബ്യൂഷൻ നമ്മുടെ കൺട്രിയുടെ ദേശീയ വരുമാനത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ GDP-യിൽ അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് നമുക്കറിയാം. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 1990 അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ വ്യവസായവൽക്കരണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഒരു പ്രോപ്പർ ഇൻഡസ്ട്രിയലൈസേഷൻ, ഒരു ശരിയായ വ്യവസായവൽക്കരണം ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, 56-ലെയും അതിനുശേഷവും വന്ന വിവിധങ്ങളായ വ്യവസായിക നയങ്ങൾ, അതുപോലെ ഡിഫറെന്റ് ഗവൺമെന്റിന്റെ ആക്ടുകൾ, നിയമങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷനെ ഒരു പരിധിയിൽ കൂടുതൽ പോകാനായിട്ട് സഹായിക്കുന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ യു ക്യാൻ സി നമ്മുടെ വ്യവസായങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് 1950s, 1960s, 1970s ഒക്കെ നോക്കുമ്പോൾ എന്താ വലിയ മാറ്റം ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് 1990s ശേഷം ഇറ്റ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്, ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നമുക്ക് കാണാം. നേരെ മറിച്ച് ഇതേ സമയത്ത് നമ്മുടെ സേവന മേഖല നോക്കൂ. സേവന മേഖല 1990s ആകുമ്പം ഒരു നല്ല ജമ്പാണ് നമുക്ക് കാണുന്നത്. 40% കഴിഞ്ഞ് 50% മേലെയായിട്ട് 2000-ന് ശേഷം പോസ്റ്റ് 2000 എപ്പോഴും എന്താണ് 1990s ശേഷം ആഫ്റ്റർ ദ LPG റിഫോംസ് നമ്മുടെ സർവീസ് സെക്ടർ എന്താ ഈ പറഞ്ഞ എല്ലാ മേഖലയെക്കാളിലും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലയായി മാറി. 50% മേലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലയായി മാറി. ഓൺ ആൻ ആവറേജ് 50 to 55% എന്താ നമ്മുടെ സേവന മേഖലയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ദേശീയ വരുമാനം സെക്ടറൽ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ കഴിയുന്നു. അതുമതി സർക്കാർ ഏതൊക്കെ മേഖലയിൽ, കാർഷിക മേഖലയാണോ, സേവന മേഖലയാണോ, വ്യവസായ മേഖലയാണോ, ഏതൊക്കെ മേഖലയിൽ സർക്കാർ പുതിയ നയങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ സർക്കാർ പുതിയ മാറ്റം കൊണ്ടുവരണം എന്ന് സർക്കാരിന് കൃത്യമായ പ്ലാനിങ്ങിന് സഹായിക്കുന്നു. സോ നോക്കൂ, ഇപ്പൊ നമ്മുടെ സർക്കാർ നോക്കുമ്പോൾ കാർഷിക മേഖല താഴേക്ക് പോകുന്നു. നോക്കുമ്പോൾ ഒരു വർഷം നമ്മുടെ ഗ്രോത്ത് നോക്കിയപ്പോൾ കാർഷിക മേഖല എന്ത് ചെയ്യുന്നു, താഴേക്ക് പോവുകയാണ്. വ്യവസായ മേഖല താഴേക്ക് പോകുന്നു. അപ്പൊ സർക്കാർ എന്ത് ചെയ്യും, ഉടനെ വരുന്ന നയത്തിൽ, ഒരു പുത്തൻ നയത്തിൽ സർക്കാർ പറയും കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ഡിഫറെന്റ് പോളിസീസ്, അവയുടെ വികസനത്തിന് വേണ്ടി, അവയുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള നയങ്ങൾ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ ഈ പറഞ്ഞ വ്യവസായ മേഖലയാണ് തകർന്നെങ്കിൽ വ്യവസായ മേഖലയുടെ ഗ്രോത്തിന് വേണ്ടി ഡിഫറെന്റ് പോളിസീസ്, ഡിഫറെന്റ് അജണ്ട ഗവൺമെന്റ് നടപ്പിലാക്കാം. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, 1991 ഇന്ത്യയിലെ അവസാനത്തെ വ്യവസായിക നയം വന്നേക്കുന്നത് 1991. സോ നോക്കൂ, ഒരു 30 വർഷത്തോളം, ഒരു 32 ഇയേഴ്സിന്റെ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. 1991 കഴിഞ്ഞ് 32 വർഷമായിട്ടും ഒരു പുത്തൻ വ്യവസായിക നയം ഇന്ത്യയിൽ എന്തോന്നിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. ആൻഡ് യു ക്യാൻ സി 2014 ശേഷം നമ്മുടെ മോഡി ഗവൺമെന്റ് ആദ്യ ഇതുണ്ടല്ലോ ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ NDA 1, അക്കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഗവൺമെന്റ് പുതിയ വ്യവസായിക നയം കൊണ്ടുവരും എന്നുള്ളത്. ആൻഡ് ഈ കഴിഞ്ഞിടയിലും കോവിഡ് വരുന്നതിന് മുന്നേയും 2019 ചർച്ചയുണ്ടായിരുന്നു. ഡു വി നീഡ് ടു റിവൈസ് അവർ ഡു വി നീഡ് ടു അപ്ഗ്രേഡ് അവർ ഇൻഡസ്ട്രിയൽ പോളിസി, നമ്മുടെ വ്യവസായിക നയം നമ്മൾ അപ്ഗ്രേഡിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളിത് പഠിക്കും, പിന്നീട് അതിന്റെ ആവശ്യമുണ്ടോ, അതിന്റെ നീഡ് എന്താണ് നമ്മൾ പഠിക്കും. സോ ഇതൊക്കെ എന്താ ഈ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടയ്ക്കെല്ലാം വാർത്തയിൽ കേട്ട, നമ്മൾ കൊട്ടിഘോഷിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്ത്യ became the 5th largest economy in the world. ഗ്ലോബലിലെ ആഗോള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലില് ആഗോള തലത്തില് ഇന്ത്യ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി. UK ഓവർടേക്ക് ചെയ്ത്
നമ്മുടെ ബ്രിട്ടനെ ഓവർടേക്ക് ചെയ്ത് 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി എന്ന വാർത്തയുണ്ട്. ആൻഡ് ഇങ്ങനെ പരസ്പരം രാജ്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഈ പറഞ്ഞ ദേശീയ വരുമാന എസ്റ്റിമേഷൻ സഹായിക്കും. ഒരു കൺട്രിയുടെ നിലവിലെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ നിലവിലെ സ്റ്റാറ്റസ് അത് മെഷർ ചെയ്യാൻ എന്ത് ചെയ്യാം, ദേശീയ വരുമാനം നമ്മളെ സഹായിക്കും. സോ വെനെവർ വി ആർ മെഷറിംഗ് നാഷണൽ ഇൻകം ഓഫ് അവർ കൺട്രി വി ക്യാൻ യൂസ് ടു കമ്പയർ അവർ സൈസ് വിത്ത് അതർ കൺട്രീസ്. നമ്മുടെ സൈസ് നമ്മൾ എങ്ങനെ ഉണ്ട്. ഉദാഹരണം പറയുമ്പോൾ ഒരു പരീക്ഷ നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, വേറൊരാൾ നോക്കുന്നു അയാൾക്ക് എത്ര മാർക്ക് കിട്ടി. സപ്പോസ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു, പ്രിലിംസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും എഴുതി നോക്കുകയാണ്, എഴുതി നോക്കിയിട്ട് നോക്കുകയാണ് മറ്റൊരാളേക്കാൾ ഞാൻ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ആളേക്കാൾ ഞാൻ എത്ര സ്കോർ ചെയ്തു. സോ ഒരു കൺട്രിക്ക് മറ്റ് കൺട്രീസുമായി കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റ് കൺട്രീസുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പൊസിഷൻ എന്താണ്, അവരുടെ സൈസ് എന്താണ് എന്നറിയാൻ ഈ പറഞ്ഞ നാഷണൽ എസ്റ്റിമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് കറന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി സൈസ് നോക്കുമ്പോൾ $3.73 ട്രില്യൺ ആണ്. 2023 ഡേറ്റ പ്രകാരം $3.73 ട്രില്യൺ ആണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി സൈസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണാൻ കഴിയും, അമേരിക്കയുടെ നോക്കൂ 3.73 ആണ് എന്ത് ഇന്ത്യയുടെ ജി ഡി പി സൈസ്. അമേരിക്ക നോക്കിയേ 26.85 ആണ്. 2023 പ്രകാരം 26.85 ആണ് അമേരിക്കയുടെ ജി ഡി പി സൈസ്. ആൻഡ് ചൈനയുടെ നോക്കുവാണെങ്കിൽ 19.37 ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഇടയ്ക്ക് കേട്ട് കാണുന്ന വാർത്ത 2028 ആകുമ്പോൾ ചൈന വിൽ ഓവർടേക്ക് USA. 28 ആകുമ്പോൾ എന്ത് ചെയ്യും, ചൈന അമേരിക്കനെ ഓവർടേക്ക് ചെയ്യും ആൻഡ് ബിക്കെയിം ദ ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ പല നയങ്ങളും ചൈനയെ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നത്? അതിന് കാരണം സത്യം പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ സ്നേഹം കൂടുതലാണ്. സോ നിങ്ങൾ ഇന്ത്യ അമേരിക്ക റിലേഷൻ, ഇഫ് യു സ്റ്റഡി IR നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻ പഠിക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക റിലേഷൻ നിങ്ങൾ പഠിക്കും, ഇന്ത്യ അമേരിക്ക റിലേഷൻ പഠിക്കും. ആ സമയത്ത് നോക്കുമ്പോൾ ഒരു 2010 അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ ഡീൽ ഉണ്ടല്ലോ, ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ ഡീൽ, ആണവ കരാറ് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, അതാണ് ഇന്ത്യയുടെ തന്നെ ഇന്ത്യ അമേരിക്ക റിലേഷനിലെ ഏറ്റവും ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് വാസ് ദ ക്രൂഷ്യൽ പോയിന്റ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ, ഇന്ത്യ അമേരിക്ക ബന്ധം ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നത്, അതിന് കാരണമായ ഒരു എഗ്രിമെന്റ് എന്താണ്, ഇൻഡോ US ന്യൂക്ലിയർ ഡീലാണ്, ആണവ കരാറാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ആ കരാർ ഒപ്പിടുന്നത്. അതിനുശേഷമാണ് എന്ത് ഇന്ത്യ അമേരിക്ക റിലേഷൻ ദൃഢമാവുന്നുണ്ട്, പക്ഷെ ശക്തമാവുന്നുണ്ട്. ആ സമയത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പറഞ്ഞ ഇന്ത്യ എന്ത് ചെയ്യുന്നു, അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് അനുകൂലമായ പല നയങ്ങൾ എടുക്കുന്നുണ്ട്, ഇന്ത്യക്കൊപ്പം കുറെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ G20 കൂടെ തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് കുറെ നയങ്ങൾ എടുക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ചൈന എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക ശക്തി അവർക്കറിയാം, വളർന്നു വരികയാണ്, അവരെ മറികടക്കുന്ന അറിയാം. സോ ചൈനയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ, കാരണം ഏഷ്യയില് അമേരിക്കയുടെ പ്രസൻസ് വളരെ കുറവാണ്. സോ ഏഷ്യയില് ചൈനയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒരാളെ ഉള്ള അവിടെ, ആരാണത്, അത് നമ്മളാണ്, നമ്മൾ ഇന്ത്യയാണ്. സോ ഈ പറഞ്ഞ ചൈനയോടുള്ള ഒരു പേടിയാണ് ഇന്ത്യയോടുള്ള റിലേഷൻ മെച്ചപ്പെടാൻ കാരണം നമുക്ക് വേണേൽ പറയാം. സോ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ നരേന്ദ്രമോദി ഹാസ് വിസിറ്റഡ് US കോൺഗ്രസ് ആൻഡ് ടോക്ക് ഇൻ ദ US കോൺഗ്രസ്. നമ്മുടെ US കോൺഗ്രസ്സിൽ നമ്മുടെ നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. സോ അവിടെയും നോക്കുമ്പോൾ അതും കാണിക്കുന്നത് എന്താ, നമ്മുടെ റിലേഷൻ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ആൻഡ് അതുപോലെ തന്നെ യു ക്യാൻ സി ഈ പറഞ്ഞ GDP ഗ്രോത്ത് മെഷർ ചെയ്യുമ്പോൾ യു ക്യാൻ സി ഏത് മേഖല നമ്മുടെ കൺട്രിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, വിച്ച് സെക്ടർ ഈസ് ഡ്രൈവിംഗ് ഇന്ത്യൻ എക്കണോമി. സോ ദ നാഷണൽ ഇൻകം ഗ്രോത്ത് helps us to know the driving force for an economy. ഒരു എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്ന, ഒരു എക്കണോമിയെ നയിക്കുന്ന ഏത് മേഖലയാണെന്ന് അറിയാൻ പറ്റും. സോ ആ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ്, ആ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് സഹായിക്കും. സോ ഇതൊരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണ്. സർവീസ് സെക്ടർ ഫയേഴ്സ് GDP ഗ്രോത്ത് to 6.1. സോ സേവന മേഖല GDP ഗ്രോത്തിന് കാരണമായി. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഇന്ത്യൻ എക്കണോമി ഹാസ്
entered into recession. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പദ്ഘടന കടന്നിരുന്നു. ആൻഡ് ഈ പറഞ്ഞ സമ്പദ്ഘടന കടന്ന സമയത്ത് ഇന്ത്യയിലെ പല മേഖലകളും, സേവന മേഖല, വ്യവസായ മേഖല, നിർമ്മാണ മേഖല, ഇവയെല്ലാം എന്ത് ചെയ്തു? തകർന്നു. സോ ആ ഒരു ടൈമില് 2020 വെൻ കോവിഡ് ഇമ്പാക്റ്റഡ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറഞ്ഞ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട്, കോവിഡ് മൂലമുണ്ടായ എക്കണോമിയിലെ നഷ്ടങ്ങൾ പ്രതിരോധിക്കാനായിട്ട് ഒരു പുതിയ പാക്കേജ് അനൗൺസ് ചെയ്തിരുന്നു. ഒരു പുതിയ ഉത്തേജക പാക്കേജ് അനൗൺസ് ചെയ്തിരുന്നു. Can you say the name of the package? ആർക്കെങ്കിലും പറയാമോ? എന്തായിരുന്നു കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്ത സാമ്പത്തിക ഉത്തേജക പാക്കേജിന്റെ പേര്? സോ നോക്കുവാണെങ്കിൽ കോവിഡ് ടൈമില് നമ്മുടെ കേരള ഗവൺമെന്റ് 2020 ഏപ്രിൽ ടൈമില് നമ്മുടെ കേരള ഗവൺമെന്റ് 50,000 കോടിയുടെ ഒരു പാക്കേജ് അനൗൺസ് ചെയ്തു. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് 20 lakh crore 20 ലക്ഷം കോടിയുടെ ഒരു പാക്കേജ് അനൗൺസ് ചെയ്തു. ആൻഡ് ആ പാക്കേജിന്റെ പേരാണ് ആത്മനിർഭർ ഭാരത് പാക്കേജ്. വെരി ഗുഡ്. സൂര്യമാൻ പറഞ്ഞത് ആത്മനിർഭർ ഭാരത് പാക്കേജ് എന്നായിരുന്നു ആ പാക്കേജിന്റെ പേര്. സോ 20 lakh crore മൂല്യമുള്ള ഒരു പാക്കേജ് ആയിരുന്നു. സോ ആ പാക്കേജിനകത്ത് the government has clearly identified which all sectors has fallen during COVID. ഈ കോവിഡ് ടൈമില് ഏതൊക്കെ മേഖലകൾ തകർന്നു, ഏതൊക്കെ മേഖല താഴെ പോയി എന്ന് കൃത്യമായ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ആ മേഖലകളിലേക്കാണ് ഗവൺമെന്റ് കൃത്യമായ ഊന്നൽ നൽകിയത്. അങ്ങനെ നൽകപ്പെട്ട ഒരു മേഖലയായിരുന്നു MSME സെക്ടർ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്, ചെറുകിട വ്യവസായങ്ങൾ. കോമൺലി പറയുകയാണെങ്കിൽ ചെറിയ ഇടത്തരം വ്യവസായങ്ങൾ. സോ സൂക്ഷ്മ ചെറിയ ഇടത്തര വ്യവസായം എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ. ഇവയ്ക്ക് വേണ്ടി കൃത്യമായ ഊന്നൽ ഗവൺമെന്റ് നൽകിയിരുന്നു. അതുപോലെ തന്നെ റീസെന്റ് വന്ന മറ്റൊരു വാർത്തയാണ്, നിങ്ങൾ ഇതും കേട്ട് കാണും. 2075 ആകുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ അമേരിക്കനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇന്ത്യ വിൽ ബിക്കെയിം ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി. സോ നിലവിലിപ്പം ടോപ്പ് 5 ആരൊക്കെയാണ്? നിലവിൽ ടോപ്പ് 5 നോക്കുവാണെങ്കിൽ യു ക്യാൻ സി US, ചൈന, ജപ്പാൻ, ജർമ്മനി, ദെൻ ഇന്ത്യ. സോ ടോപ്പ് 5 അറിഞ്ഞിരിക്കുക. എക്സാം ചോദിക്കാം, ഇൻ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാം, അറേഞ്ച് the following countries in decreasing order of their economic size. താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളെ എക്കണോമിയുടെ സൈസ് അനുസരിച്ച് ഡിക്രീസിംഗ് ഓർഡറിൽ വലുത് നിന്ന് ചെറുതിലേക്ക് എഴുതുക. സോ ആദ്യം ഏതാ നിലവില്? US, ദെൻ ചൈന, ദെൻ ജപ്പാൻ, ജർമ്മനി, ഇന്ത്യ എന്നീ ഓർഡർ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് പറഞ്ഞ എന്താണ്? ഗോൾഡ്മൻ സാച്ച് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഫേമാണ്. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള, അമേരിക്കയിലും പല കൺട്രീസിലും, അമേരിക്ക, UK പല കൺട്രീസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേമാണ്, ഒരു ഫിനാൻഷ്യൽ ഫേമാണ് ഗോൾഡ്മൻ സാച്ച്. സോ ഗോൾഡ്മൻ സാച്ച് എന്ന ഈ ഒരു ഫേം പറയുകയാണ് 2075 എന്ത് ചെയ്യും? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് പറഞ്ഞു. സോ ഇതെല്ലാം ഇവിടെ എല്ലാം നോക്കുമ്പോൾ ദേശീയ വരുമാന എസ്റ്റിമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എല്ലാ ഏരിയയിലും, നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ എഴുതാണ്. ആൻഡ് നൗ ഐ ക്യാൻ ഷോ യു എ വീഡിയോ. ഇത് നമ്മുടെ നരേന്ദ്രമോദി കഴിഞ്ഞ ഇടയ്ക്ക് US പോയ സമയത്ത് അദ്ദേഹം US കോൺഗ്രസ് അഡ്രസ് ചെയ്തു. ആ സമയത്ത് നടത്തിയൊരു പ്രസംഗമാണ്. സോ ഐ ക്യാൻ ഷോ ദിസ് വീഡിയോ. മിസ്റ്റർ സ്പീക്കർ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, Mr. Speaker, when I first visited the US as a Prime Minister, India. Just a minute. And the video of Mr. Speaker, when I first visited the US as a Prime Minister, India was the 10th largest economy in the world.
10th. Today, India is the 5th largest economy. And India will be the 3rd largest economy soon. We are not only growing bigger, but we are also growing faster. When India grows, the whole world grows. ഓക്കെ, സോ ഈ ഒരു വീഡിയോ കാണിക്കാൻ കാരണമുണ്ട്, മറ്റൊന്നുമല്ല. സോ നിങ്ങൾ 2019 നിങ്ങൾ വാർത്ത കാണുന്ന വെച്ചോ, 2019 വാർത്ത കാണാണ്. സോ അന്നും ഇതേപോലെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സോ 2019 വെൻ ദ ബഡ്ജറ്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് 2019 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അന്നും നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ബൈ 2024 2024 ആകുമ്പോൾ വി വിൽ ഓവർടേക്ക് ജപ്പാൻ ആൻഡ് ബിക്കം ദ 3rd largest എക്കണോമി. എന്ത് ചെയ്യുന്ന വെച്ചാൽ 24 ആകുമ്പോൾ, അതായത് ബൈ 2024 വിത്തിൻ 5 years, 2019 മുതൽ 2024 വരെയുള്ള 5 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലോകത്തിലെ 3rd largest എക്കണോമിയായി ഇന്ത്യ മാറും. അങ്ങനെ ജപ്പാനെ നമ്മൾ ഓവർടേക്ക് ചെയ്യും. ഇന്ത്യ വിൽ ബിക്കെയിം ദ 5 trillion എക്കണോമി. സോ നിങ്ങൾ വാർത്തയിൽ കേട്ട ഒരു കാര്യമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നതാണ്. എന്താണ് 5 trillion എക്കണോമി? കേട്ടില്ലേ? നിലവിലിപ്പോ 3.7 ഉണ്ട്. സോ 5 trillion എക്കണോമി ആയിട്ട് ഇന്ത്യ മാറും എന്നൊരു ആശയം ഗവൺമെന്റ് അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. സോ അതിനുശേഷം നമുക്കറിയാം കോവിഡ് വന്നു. സോ കോവിഡ് വന്ന ശേഷം എക്കണോമി വലിയ രീതിയിൽ തകർന്നു. സോ ഇന്ത്യ മാത്രമല്ല, പല കൺട്രീസിലും ദേ ഹാവ് ഇമ്പാക്റ്റഡ് ബിക്കോസ് ഓഫ് COVID-19. അതിനുശേഷം വി സ്ലോലി സ്റ്റാർട്ടഡ് റിക്കവർ. 2021 കഴിഞ്ഞപ്പോൾ വി സ്ലോലി സ്റ്റാർട്ടഡ് ടു റിക്കവർ. അങ്ങനെ നിലവിൽ വി ആർ ഓൺ ദ ജേർണി ടു അച്ചീവ് ദിസ് 5 trillion ഫിഗർ. 5 trillion ഫിഗർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓട്ടത്തിലാണ് ഇന്ത്യ. ആൻഡ് സൂൺ, അത് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് സൂൺ പറയുന്നുണ്ട്, എപ്പോഴോ നോക്കി കാണാം നമുക്ക്. എനിവേ, വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, ഫിംഗേഴ്സ് ക്രോസ്ഡ് അല്ലേ. നമ്മൾ നോക്കുകയാണ് എപ്പോഴും ഇന്ത്യ 3rd largest എക്കണോമി ആയി മാറുന്നുള്ളത്. അതുപോലെ തന്നെ വെൻ യു ഡിസ്കസ് നാഷണൽ അക്കൗണ്ടിങ്, ഇന്ത്യൻ എക്കണോമിയെ ഈ പറഞ്ഞ ഗ്രോത്തിലേക്ക് നയിക്കുന്ന, നമ്മൾ ഇദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ, നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ത്യ ഈസ് കറന്റ്ലി ദ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രോയിങ് എക്കണോമി. ഏറ്റവും വേഗത്തിൽ അതുപോലെ ഏറ്റവും കൂടുതൽ വളരുന്ന എക്കണോമിയാണ് ഇന്ത്യ. സോ എന്താണ് ആക്ച്വലി ഇന്ത്യയുടെ ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വെൻ വി ഡിസ്കസ് നാഷണൽ അക്കൗണ്ടിങ്, രസകരമായ കാര്യമാണ്, എന്താണ് ഇന്ത്യൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ പഠിക്കും. സോ അപ്പോൾ മനസ്സിലാവും നമുക്ക് ആരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ വളരുന്നതെന്ന്. ഓക്കെ, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, പഠിക്കുക എന്താണ് പതുക്കെ. സോ നൗ ഐ ആം പോയിന്റിങ് ഔട്ട് ദ റീസൺസ് ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. സോ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സാം ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ലിസ്റ്റ് ദീസ് പോയിന്റ്സ്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് എന്ത് ചെയ്യാം, വാട്ട് ആർ ദ റീസൺസ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ എഴുതാവുന്നതാണ്. സോ ഫസ്റ്റ് എന്താണ്, ഇറ്റ് മെഷേഴ്സ് ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി നേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രെൻഡ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ഓരോ മേഖലയുടെയും പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ട്രെൻഡ് തരും, കൂടുതലാണോ കുറയുകയാണോ എന്നൊരു ട്രെൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ it helps in forecasting growth and policy formulation for the future. സോ നമ്മുടെ മേഡം പറഞ്ഞ പോലെ പ്ലാനിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മളെ എയ്ഡ് ചെയ്യുന്നു. സോ പ്രോപ്പർ പ്ലാനിങ്, ഫ്യൂച്ചർ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങിന് വേണ്ടി നമ്മളെ ഈ പറഞ്ഞ ഗ്രോത്ത്, ഈ പറഞ്ഞ നാഷണൽ എസ്റ്റിമേഷൻ സഹായിക്കുന്നു. അതുപോലെ it helps in comparing economies, ഗ്ലോബൽ ലെവലില് ഇന്ത്യയെ മറ്റ് കൺട്രീസുമായി കമ്പയർ ചെയ്യാനും, അതുപോലെ ഗ്ലോബൽ ലെവലിൽ
വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യ എന്നറിയാനും എന്ത് ചെയ്യുന്നു, നാഷണൽ ഇൻകം നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഒരു കൺട്രിയിൽ ഉയർന്ന വളർച്ചയുണ്ട്, ഒരു കൺട്രിയിൽ ഉയർന്ന വരുമാനമുണ്ട്, ഒരു കൺട്രി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ ആ കൺട്രിയിലേക്ക് നിക്ഷേപം എന്ത് ചെയ്യും, വർദ്ധിക്കും. സോ നമ്മുടെ തൊട്ട അയൽപക്കം ഒരു രാജ്യമുണ്ട്, തൊട്ടടുത്ത രാജ്യമുണ്ട്, കൺട്രിയുടെ പേര് ശ്രീലങ്ക എന്നാണ്. സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ 2 വർഷമായിട്ട് ശ്രീലങ്കൻ എക്കണോമി വാസ് ഫേസിങ് ലോട്ട് ഓഫ് ക്രൈസിസ്. ശ്രീലങ്കൻ എക്കണോമിയിലെ ധാരാളം ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശ്രീലങ്കനെ. ആൻഡ് ഈ പറഞ്ഞ ശ്രീലങ്കൻ എക്കണോമിയിലേക്ക് ഇപ്പോ ഒരു വലിയ കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, തയ്യാറാവില്ല. കാരണം എന്താ, നിലവിലെ ശ്രീലങ്കയുടെ സാമ്പത്തിക സ്ഥിതി അത്ര മികച്ചതല്ല, അവിടെയുള്ള ഗ്രോത്തോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു പാരാമീറ്റേഴ്സും അനുകൂലമല്ല. സോ എന്ത് ചെയ്യില്ല, ഒരു പുതിയ സംരംഭം, ഒരു വിദേശി വന്ന്, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുനിയത്തില്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ കേസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള ബംഗ്ലാദേശ് എടുക്കുക. സോ ബംഗ്ലാദേശും ഇന്ത്യയും പറയുമ്പോൾ രണ്ടും ഒരേപോലെ നല്ല വളർച്ചയുള്ള രാജ്യമാണ്. സോ ഇന്ത്യയുടെ നെയ്ബേഴ്സിൽ ഇന്ത്യയെ പോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രാജ്യം ബംഗ്ലാദേശാണ്. ബാക്കിയുള്ള എല്ലാ കൺട്രീസും, ഇപ്പോൾ പാകിസ്ഥാന്റെ കേസ് ആയാലും അല്ലെങ്കിൽ ചൈന വലിയ സൈസാണ്, പക്ഷെ ഗ്രോത്ത് ഇന്ത്യക്കാളും ഇല്ല. സോ ഈ പറഞ്ഞ ബാക്കി എല്ലാ കൺട്രീസ് ആയാലും വി ക്യാൻ സി കമ്പയർ ചെയ്യുമ്പോൾ ബംഗ്ലാദേശിന്റെ ഗ്രോത്ത് ഇന്ത്യയെ പോലെ തന്നെ വളരെ മികച്ചു നിൽക്കുന്ന ഗ്രോത്ത് എന്ന് കാണാൻ കഴിയും. ഓക്കെ, സോ ദിസ് ഈസ് ദ റീസൺ, ഓർ ദീസ് ആർ ദ റീസൺസ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. So now we are going to study some of the important terms or some of the prerequisites that need to be learned before studying national income accounting. അതിൽ ആദ്യം പറയുന്നതാണ് factors of production. Factors of production. ഒരു നിർമ്മാണത്തിന്, ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് നിർബന്ധമായി വേണ്ട ചില ഫാക്ടേഴ്സ്, ചില ഘടകങ്ങൾ. സോ നിർമ്മാണ ഘടകങ്ങൾ എന്ന് സിംപ്ലി പറയാം. അതാണെന്ത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ നമ്മുടെ ഒരു എക്കണോമി എടുക്കുകയാണെങ്കിൽ ആ എക്കണോമിയിൽ ആരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും? ഒരു സമ്പദ്ഘടന എടുക്കുകയാണെങ്കിൽ ഒരു എക്കണോമിയിൽ ആരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് നോക്കുവാണെങ്കിൽ അവിടെ സർക്കാരുണ്ട്, അല്ലെ? ഗവൺമെന്റ് വലിയത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്കണോമിയിലെ പ്രവർത്തനങ്ങളെ ഇന്ത്യ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ബാങ്ക് ഉണ്ട്, അതുപോലെ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, ബാങ്കിങ് സമ്പ്രദായം അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഈ എക്കണോമിയിൽ കൺസ്യൂമേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കളുണ്ട്. അതുപോലെ ഈ എക്കണോമിയിൽ ദർ വിൽ ബി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫേംസ് ഉണ്ട്. സോ ഒരു എക്കണോമി എടുക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്ന ഒരു എക്കണോമി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ക്യാൻ സി ഈ എക്കണോമിക്കുള്ളിൽ, ഈ സമ്പദ്ഘടനയ്ക്കുള്ളിൽ നിരവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. സർക്കാർ ഒരു മേജർ പ്ലെയർ ആണല്ലോ. സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വിപണിയില്, എക്കണോമിയില്, മാർക്കറ്റില് എല്ലാം ഇടപെടുന്നുണ്ട്. സോ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നു, അതുപോലെ ഗവൺമെന്റ് എക്കണോമിയിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗവൺമെന്റ് ആളുകൾക്കുള്ള വെൽഫെയർ മെഷർ എടുക്കുന്നുണ്ട്. സോ ഗവൺമെന്റ് ഈസ് ക്യാരിങ് ഔട്ട് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ എക്കണോമി. അതുപോലെ ബാങ്ക് നോക്കുക. സോ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എക്കണോമി ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുമ്പോൾ പൈസയുള്ള ആളുടെ കയ്യിൽ നിന്ന് പൈസ സ്വരുക്കൂട്ടുന്നു അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് വാങ്ങുന്നു. പൈസ ഇല്ലാത്ത ആളുകൾക്ക് ലെൻഡ് ചെയ്യുന്നു, കടം കൊടുക്കുന്നു. സോ ബോറോയിങ് ഫംഗ്ഷൻ, ലെൻഡിങ് ഫംഗ്ഷൻ ചെയ്യുന്നു. സോ അതുപോലെ തന്നെ കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, നിക്ഷേപം നടത്താനായിട്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് എന്ത് ചെയ്യുന്നു, പൈസ കടം കൊടുക്കുന്നു. നമ്മൾ കാണുന്നതാണല്ലോ, പല കോർപ്പറേറ്റുകൾക്കും ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, കടം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഉണ്ട്. ആൻഡ് ഈ കൺസ്യൂമേഴ്സ് എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? they all are coming from household. സോ ഒരു എക്കണോമി എടുക്കുമ്പോൾ ആ എക്കണോമിയിലുള്ള കൺസ്യൂമേഴ്സ് എല്ലാം വരുന്നത് എവിടുന്ന? ഹൗസ് ഹോൾഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്കണോമിയിൽ there are ഫേംസ് ഉണ്ട്, ബിസിനസ് ഫേംസ് ഉണ്ടാവും, അല്ലെ? കച്ചവടം
നടത്തുന്ന അല്ലെങ്കിൽ നിർമ്മാണം നടത്തുന്ന ഡിഫറെന്റ് ഫേംസ് കാണും. ആൻഡ് കൺസ്യൂമേഴ്സിനെ കൂടാതെ തന്നെ there will be ഈ കൺസ്യൂമേഴ്സിന് ഇടയിൽ there will be different categories like ജോലിക്ക് പോകുന്ന ആൾക്കാർ, ലേബറേഴ്സ്, തൊഴിലാളികൾ കാണും. അതുപോലെ ചില ഓൺടർപ്രണേഴ്സ് കാണും, ഇല്ലേ? എന്താ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓൺടർപ്രണേഴ്സ് സ്വയം സംരംഭകർ, ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന, ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന വ്യക്തികൾ. സോ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. സോ നോക്കുവാണെങ്കിൽ ഒരു എക്കണോമിയിൽ ഇവരെല്ലാം ഗവൺമെന്റ്, ബാങ്കിങ്, അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ ഫേംസ് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നു. കുറച്ചൊക്കെ എക്കണോമി വിൽക്കും, കുറച്ചൊക്കെ എന്ത് ചെയ്യും? ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യും, കയറ്റുമതി ചെയ്യും. സോ എക്സ്പോർട്ട്, ദെൻ ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ്, ബാങ്കിങ്, മേഖലകൾ ധാരാളം ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒന്നാണെന്ത്? സമ്പദ്ഘടന. സോ ഈ ഒരു സമ്പദ്ഘടനയിൽ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ട പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്താണെന്ന് പറയാൻ പോകുന്നത്. സോ വാട്ട് ആർ ദ 4 കോമൺ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ എ പ്രൊഡക്ഷൻ? അതാണ് എന്ത് അടുത്തത് പറയാൻ പോകുന്നത്. ആൻഡ് അടുത്ത് പറയുമ്പോൾ വി വിൽ ബി സീയിങ് ദ കോമൺ ഫാക്ടേഴ്സ് ഓൺലി. കാരണം ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏതെടുത്തു കഴിഞ്ഞാലും, ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാലും, എല്ലാ കമ്പനിക്കും തുല്യമായി വേണ്ട, ഒരേപോലെ വേണ്ട 4 കോമൺ എലിമെന്റ്സ് ആണെന്ത്? ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ. ആൻഡ് ഇത് പഠിക്കാനായിട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൻ എക്സാമ്പിൾ. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ കണ്ടു ഒരു എക്കണോമിയിൽ ദ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ഉണ്ട്, ഫേംസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ എടുക്കുമ്പോൾ വി ആർ ഓൺലി കൺസിഡറിങ് we are only considering household and firm. So for defining factors of production, നിർമ്മാണ ഘടകങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നേരം നമ്മൾ we are only considering 2 sectors അല്ലെങ്കിൽ 2 elements കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഏതൊക്കെ എലമെന്റ്സ്? ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ് ഫേം. ഹൗസ് ഹോൾഡ്, ബിസിനസ് ഫേം എന്ന ഈ 2 എലമെന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് എന്താ? നമ്മളെല്ലാം എന്താ? ഹൗസ് ഹോൾഡ് വരുന്നതാണ്. കൺസ്യൂമേഴ്സ്, ലേബറേഴ്സ് എല്ലാം വരുന്നത് ഹൗസ് ഹോൾഡിലാണ്. ഫേം എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി മീൻസ് ഒരു രജിസ്ട്രേഷൻ ഇൻ എ പീസ് ഓഫ് പേപ്പർ മാത്രമാണ്. നമ്മൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യത്തില്ലേ? ഒരു കമ്പനി നമ്മൾ തുടങ്ങാൻ പോകുന്നു. ആ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ രജിസ്ട്രേഷൻ ഫോം. രജിസ്ട്രേഷൻ ഫോം അല്ല, വി വിൽ ഗെറ്റ് എ ലൈസൻസ്. ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഫോം കിട്ടും. ഈ പറഞ്ഞ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന കമ്പനി, സപ്പോസ് kaseconomicshub ഹബ് എന്നീ കമ്പനി ഓൺ ബൈ ദിസ് പേഴ്സൺ ആൻഡ് ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു, എന്തൊക്കെ ലൈസൻസ് നോംസ് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് പേജ് ഓഫ് പേപ്പർ കിട്ടും. അതാണ് എന്ത് ഈ ഫേം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ ടേം ബിസിനസ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് എ പീസ് ഓഫ് പേപ്പർ in which the license details, the registration details of the company is recorded. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ലൈസൻസ് ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് പേപ്പർ മാത്രമാണ് എന്ത് ഈ പറഞ്ഞ ബിസിനസ് ഫേം എന്ന് മീൻ ചെയ്യുന്നത്. ആൻഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗസ് ഹോൾഡ് മീൻസ് ദിസ് ഇസ് എ പ്ലേസ് in which the members has a common consumption pattern എന്ന് പറയും. ഹൗസ് ഹോൾഡ് വെച്ചാൽ എന്താ? ഹൗസ് ഹോൾഡ് represents those places, അല്ലെങ്കിൽ represents those area or those buildings or those house in which the members has a common consumption pattern. അതായത് ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു സ്ഥലമാണ്. ഇവിടെ നിൽക്കുന്ന
ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്ലേസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു കോമൺ കൺസംഷൻ പാറ്റേൺ ആയിരിക്കും. അവർ കോമൺലി ആണ് എന്ത് സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. ഉദാഹരണം പറയുമ്പോൾ ഒരു വീട്, ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്, സപ്പോസ് ഞാന് എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങള് അതുപോലെ എൻ്റെ വൈഫ്, ഞങ്ങൾ 4 പേരോട് ഒരു വീട്ടിൽ നിൽക്കുകയാണ്. സോ വി ക്യാൻ സേ ദിസ് ഈസ് എ ഹൗസ് ഹോൾഡ്. സോ ഞാന്, അമ്മ, അച്ഛൻ, വൈഫ്, സോ ഞങ്ങൾ 4 പേരും ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അതെന്താണ്? ഒരു ഹൗസ് ഹോൾഡ് ആണ്. അതുപോലെ സപ്പോസ് എനിക്ക് വേറൊരിടത്ത് ജോലി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനും വൈഫുമായിട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. സോ നോക്കുമ്പോൾ അച്ഛൻ, അമ്മ ഒരു വീട്ടിൽ നിൽക്കുന്നു, ആൻഡ് ഞാനും വൈഫും വേറെ വീട്ടിൽ നിൽക്കുന്നു. സോ വി ക്യാൻ സി ഞങ്ങൾ എന്താണ്, ഞാനും വൈഫ് മാത്രം എന്താ ഒരു ഹൗസ് ഹോൾഡ് ആണ്, എൻ്റെ അച്ഛനമ്മ മാത്രം എന്താ ഒരു ഹൗസ് ഹോൾഡ് ആണ്. സോ വി ക്യാൻ സി എവിടെയാണോ അവിടുത്തെ മെമ്പേഴ്സിന് കോമൺ ആയിട്ടുള്ള കൺസംഷൻ പാറ്റേൺ ഉള്ളത്, അതാണെന്ത് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ. സോ എവിടെയാണോ മെമ്പേഴ്സിന് കോമൺ കൺസംഷൻ പാറ്റേൺ ഉള്ളത്, അതെന്താ ഹൗസ് ഹോൾഡ് ആണ്. അതുപോലെ നമ്മൾ കാണുന്ന ഹോസ്റ്റൽ ഇല്ലേ, ഹോസ്റ്റൽ, ഇപ്പൊ കോളേജിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ എന്താണ്? ഒരു ഹൗസ് ഹോൾഡ് ആണ്. ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഒരു കോമൺ കൺസംഷൻ പാറ്റേൺ ആയിരിക്കും. സോ ദേ ആർ എ ഹൗസ് ഹോൾഡ്. ഒരു ഹോസ്റ്റൽ ഹൗസ് ഹോൾഡ് ആണ്. അതുപോലെ നമ്മൾ താമസിക്കുന്ന വീടുകൾ ഹൗസ് ഹോൾഡ് ആണ്. സോ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്ലേസ് വേർ ദ മെമ്പേഴ്സ് ഹാവ് എ കോമൺ കൺസംഷൻ പാറ്റേൺ. മെമ്പേഴ്സിന് ഒരു പൊതുവായ കൺസംഷൻ ഉണ്ട് എങ്കിൽ അതിന് എന്ത് പറയാം? നമുക്ക് ഹൗസ് ഹോൾഡ് എന്ന് പറയാം. ക്ലിയർ ആണോ? സോ ഇൻ ദിസ് definition of factors of production, we are only considering 2 elements: household, അതുപോലെ ബിസിനസ് ഫേം. ബിസിനസ് ഫേം എന്ന് പറയുമ്പോൾ സപ്പോസ് റിലയൻസ് എന്റർപ്രൈസ് എന്ന് ഞാൻ പറയുകയാണ്. സോ റിലയൻസ് എന്റർപ്രൈസ് ബിസിനസ് ഫേം എന്ന് പറയുമ്പോൾ ഇതെന്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? റിലയൻസ് എന്റർപ്രൈസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ, അവർ ലൈസൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ബുക്ക്, ഒരു പീസ് ഓഫ് പേപ്പർ, ഒരു ലൈസൻസ് ഡോക്യുമെന്റ്, അത് മാത്രമാണ് എന്ത് ഫേം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ഫേം ഓർ ബിസിനസ് ഫേം ഡസ് നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു പീസ് ഓഫ് പേപ്പർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വമേധയാ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ, ഈ പറഞ്ഞ ബിസിനസ് ഫേമിന് സ്വമേധയാ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ കഴിയില്ല. ദേ ഡോണ്ട് ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. സ്വമേധയാ ഒരു എക്സിസ്റ്റൻസ് അവർക്ക് ഇല്ല. ഒരു ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിൽ ദേ നീഡ് സം എലമെന്റ്സ്. ഒരു ഫേമിന് നിർമ്മാണം നടത്തണമെങ്കിൽ ദേ നീഡ് സം എലമെന്റ്സ്. ആ എലമെന്റ്സ് ആണ് എന്ത്? നമ്മൾ പറഞ്ഞ factors of production. So I will explain once more. എന്താ പറഞ്ഞേ? In order to define factors of production, നമ്മുടെ എക്കണോമിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള പാർട്ടീസ് ഉണ്ട്. ഗവൺമെന്റ്, അതുപോലെ എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ ബാങ്കിങ് സമ്പ്രദായം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഫേമുകൾ, ഹൗസ് ഹോൾഡ്, അങ്ങനെ ധാരാളം പാർട്ടീസ് ഇന്ററാക്ട് ചെയ്യുന്ന ഒന്നാണ് എക്കണോമി. ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വി ആർ ഓൺലി കൺസിഡറിങ് 2 elements or 2 parties in the agents, in the elements. മൊത്തം എലമെന്റ്സിലെ 2 പേരെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്താണ്? ഹൗസ് ഹോൾഡ്, മറ്റൊന്ന് ഫേം. ഹൗസ് ഹോൾഡിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ദ കൺസ്യൂമേഴ്സ് ഓർ ദ മെമ്പേഴ്സ് ഹാവ് എ കോമൺ കൺസംഷൻ പാറ്റേൺ. ഈ പറഞ്ഞ ഹൗസ് ഹോൾഡിൽ താമസിക്കുന്ന, ഹൗസ് ഹോൾഡിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു കോമൺ കൺസംഷൻ പാറ്റേൺ ആയിരിക്കും. സോ നമ്മൾ താമസിക്കുന്ന വീടുകൾ, ഇപ്പൊ നമ്മൾ മാറി താമസിക്കുകയാണെങ്കിൽ ആ വീട്, നമ്മൾ അച്ഛനമ്മ മാറി താമസിക്കുകയാണെങ്കിൽ ആ വീട്, അതുപോലെ ഈ പറഞ്ഞ ഹോസ്റ്റൽ, ഇതൊക്കെ എന്താണ്? ഒരു ഹൗസ് ഹോൾഡ് ആണ്.
ഇനി ഫേം എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ബിൽഡിംഗ് ഒന്നും അല്ല. നമ്മളൊരു ഫേം എന്ന് പറയുമ്പോൾ ഇൻ എക്കണോമിക്സ് ഒരു ഫേം എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ബിൽഡിങ്ങോ നമ്മൾ കാണുന്ന ഒരു കച്ചവട സ്ഥാപനമല്ല, മറിച്ച് എന്താണ്? ഒരു കച്ചവട സ്ഥാപനം തുടങ്ങണമെങ്കിൽ, ഒരു ഫേം തുടങ്ങണമെങ്കിൽ they need to get license from the government. They need to acquire license from the government. So ഈ ലൈസൻസ് എടുക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? ഈ ഫേം എന്ന് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഫേം എന്ന് പറഞ്ഞതിന് ഒരു സ്വമേധയാ എക്സിസ്റ്റൻസ് ഇല്ല. ഇവർക്ക് എക്കണോമിയിൽ എന്തെങ്കിലും നിർമ്മാണം നടത്തണമെങ്കിൽ അവർക്ക് ചില എലമെന്റ്സ് ആവശ്യമാണ്, ചില ഫാക്ടേഴ്സ് ആവശ്യമാണ്. അതാണെന്ത്? നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ represents the 4 common factors which are required by a firm to produce goods and service in the economy. ഒരു ഫേമിന് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വേണ്ട 4 കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് ഈ പറഞ്ഞ ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു 4 ഫാക്ടേഴ്സ് ആവശ്യമാണ്. 4 ഫാക്ടേഴ്സ് ആവശ്യമാണ്. ആൻഡ് യു ക്യാൻ സി ദ 4 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് അറിയാമോ? ലാൻഡ്. ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് ലാൻഡ്. നെക്സ്റ്റ് ഈസ് ലേബർ. നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് entrepreneur. So land, labor, capital, entrepreneur. These are the 4 common factors for a production. ഒരു നിർമ്മാണത്തിന് വേണ്ട 4 കോമൺ ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. ലേബർ അറിയായിരിക്കുമല്ലോ. ലേബർ എന്താണ്? സിമ്പിൾ മീനിങ് നമ്മുടെ തൊഴിലാളികൾ. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. എംപ്ലോയേഴ്സ് അല്ല, എംപ്ലോയീസ്, തൊഴിലാളികൾ. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ. സോ ഞാനിപ്പോ KS എക്കണോമിക്സ് ഹബിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ ആം എ ലേബറർ. ഞാൻ എന്താണ്? ഒരു തൊഴിലാളിയാണ്. ദെൻ ലാൻഡ്. നമുക്കറിയാം ഒരു കമ്പനി ഉണ്ട്, ഒരു ഫേം ഉണ്ട്. ആ ഫേമിന് ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ, ഒരു 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 സ്ട്രക്ചർ പണിയണമെങ്കിൽ ദേ നീഡ് ലാൻഡ് ആൻഡ് അവിടുത്തെ റിസോഴ്സസ് ലൈക്ക് വാട്ടർ വേണം, എയർ വേണം, അതുപോലെ സോയിൽ വേണം. സോ ലാൻഡ് എന്ന് പറഞ്ഞാൽ the land represents the natural resources ആണ് actually. Natural resources needed for establishing a structure. ഒരു സ്ട്രക്ചർ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫേം നിർമ്മിക്കാനായിട്ട്, ഒരു ഫേം അതിന്റെ ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട്, ഒരു ഫേമിന്റെ ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് നമുക്ക് വേണ്ട നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് land area plus resources in the location. Land area plus resources in the location like air, water എന്നിവ. ഇതാണ് എന്ത്? ലാൻഡ് എന്ന് മീൻ ചെയ്യുന്നത്. ഇനിയും ക്യാപിറ്റൽ. ദ ടേം ക്യാപിറ്റൽ തലസ്ഥാനമല്ല, അത് വേറെ. ഈ ക്യാപിറ്റൽ എന്താണ്? മൂലധനം എന്ന് പറയും. മൂലധനം. And this capital does not mean money. So നമ്മൾ പലപ്പോഴും ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ പൈസയാണെന്ന് തോന്നും. പൈസ അല്ല. In economics, the term capital does not mean money. അറിഞ്ഞിരിക്കുക. എക്കണോമിക്സിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പൈസ എന്നല്ല അർത്ഥം. It actually means capital goods ആണ്. So capital in economics means capital goods ആണ്. സോ സപ്പോസ് അവിടുത്തെ ബിൽഡിങ് എന്താണ്? ഒരു ക്യാപിറ്റൽ ഗുഡ് ആണ്. ഇപ്പം റിലയൻസ് എന്റർപ്രൈസിന്റെ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടം എന്താണ്? ഒരു ക്യാപിറ്റൽ ഗുഡ് ആണ്. അതുപോലെ ഈ പറഞ്ഞ കമ്പനിയുള്ള മെഷീൻസ്, ആ കമ്പനിയുള്ള മെഷീൻസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, കമ്പ്യൂട്ടർ, അവിടെ കാണുന്ന ഈ പറഞ്ഞ ടേബിൾ, ചെയർ, ഇതൊക്കെ എന്താ? ക്യാപിറ്റൽ ഗുഡ് ആണ്. സോ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ ബിൽഡിങ്സ്, മെഷീൻസ്
equipments, chairs, tables, all other components in the firm. ഒരു ഫേമിൽ കാണുന്ന മറ്റ് നോൺ ലിവിങ് കമ്പണൻസ്, ഈ പറഞ്ഞ ബിൽഡിങ്, അതുപോലെ നമ്മൾ കാണുന്ന അടുത്തുള്ള AC ഉണ്ടെങ്കിൽ AC, TV, ഫ്രിഡ്ജ്, അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മെഷീനറി, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ ഗുഡ് ആണ്. സോ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? പൈസയല്ല, മറിച്ച് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഓൺട്രപ്രനോർ എന്താണ്? നമ്മുടെ മുതലാളി. ഓൺട്രപ്രനോർ എന്ന് പറയുമ്പോൾ നിക്ഷേപകൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം നിക്ഷേപനല്ല, ഈ പറഞ്ഞ സംരംഭം തുടങ്ങിയ വ്യക്തി. സംരംഭകൻ, സംരംഭകൻ, ഒരു പുതിയ സംരംഭം തുടങ്ങിയ വ്യക്തി. സോ ഓൺട്രപ്രനോർ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ദിസ് ഫേം. ഈ പറഞ്ഞ ഫേമില് പൈസ നിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ പൈസ മുടക്കി, അല്ലെങ്കിൽ ഈ ഫേം ഓൺ ചെയ്യുന്ന വ്യക്തി. ആരാണ് ഈ ഫേം ഓൺ ചെയ്യുന്നത്? ഇതാരാണ് ഈ ഫേം ഓൺ ചെയ്യുന്നത്? അതാണ് എന്ത്? ഓൺട്രപ്രനോർ. ഇനി ഇത് മനസ്സിലാകാനായിട്ട് നമ്മൾ വേറെ എക്സാമ്പിൾ പോവാണ്. ആ എക്സാമ്പിൾ ആണ് ദാക്ഷായണി ബിസ്ക്കറ്റ്. അറിയാമോ ആർക്കെങ്കിലും? ദാക്ഷായണി ബിസ്ക്കറ്റ് ഫേം. ഹൗ മെനി ഓഫ് യു, എത്ര കഴിച്ചിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായാലും? ഹൗ മെനി ഓഫ് യു ഹാസ് കൺസ്യൂംഡ് ദിസ് ബിസ്ക്കറ്റ്? എത്ര പേര് ഈ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട്? ദാക്ഷായണി ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇനിവൺ അറിയാമോ എന്താണത്? കഴിച്ചിട്ടില്ല? ഐ, എന്താ കഴിക്കാതെ? സോ മിഥുനം, അത് തന്നെ, മിഥുനം സിനിമയില് നമ്മുടെ മോഹൻലാലിന്റെ ഒരു പുതിയ സംരംഭമാണ് ദാക്ഷായണി ബിസ്ക്കറ്റ്. സോ ഞാൻ പറയാണ്, ഇൻ ദിസ് എക്സാമ്പിൾ നമ്മുടെ ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ദാക്ഷായണി ബിസ്ക്കറ്റ് ഫേം ആണ്. സോ ഫേം എന്തായി? ദാക്ഷായണി ബിസ്ക്കറ്റ് ഫേം ആണ് നമ്മുടെ എക്സാമ്പിളിലെ ഫേം. സോ ദാക്ഷായണി ബിസ്ക്കറ്റ് ഫേം. സോ നമുക്കറിയാലോ, ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി, ആദ്യം ആ കമ്പനിക്ക് രജിസ്ട്രേഷൻ വേണം, ലൈസൻസ് വേണം, ഡോക്യുമെന്റ് വേണം. അതിന് മുന്നേ നമുക്കറിയാം, ഈ പറഞ്ഞ ഫേം അല്ലെങ്കിൽ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന കമ്പനി ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ദേ റിക്വയർസ് ലാൻഡ് വേണമല്ലോ. ലാൻഡ് വേണം, ഭൂപ്രദേശം വേണം. ആ ലാൻഡിന് മേലെ എന്ത് വേണം? ബിൽഡിംഗ് വേണം. നമുക്കറിയാം, ആ സീൻ ഓർമ്മയുണ്ടാവും, നമ്മുടെ ഇൻസ്പെക്ഷൻ സീൻ ഇൻ മിഥുന മൂവി. സോ ആ സിനിമയ്ക്കകത്ത് ഒരു ഇൻസ്പെക്ഷൻ സീനുണ്ട്. നമ്മുടെ ഇന്നസെന്റ്, അതുപോലെ മോഹൻലാലൊക്കെ ഉള്ള ഒരു സീനുണ്ട്. മറ്റേ ISA മാർക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മോന്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് കണ്ണെടുത്ത് കാണിച്ചു കൊടുക്കുക, അപ്പൊ കാണും മാർക്ക് എന്ന് പറയത്തില്ലേ, ആ സീൻ. സോ ആ സീനകത്ത് കാണാൻ നിങ്ങൾക്ക് ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന ഫാക്ടറി ഇരിക്കുന്ന ലാൻഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ there is a building in which the firm is located. ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിനകത്ത് മെഷീനറി ഉണ്ട്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. സോ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മെഷീനറി ഇൻ ദ ബിൽഡിംഗ്, അതാണ് എന്ത്? ക്യാപിറ്റൽ. സോ നമ്മുടെ ഫേമിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ ബിൽഡിംഗ് ഇറ്റ്സെൽഫ്, ദ മെഷീനറി, ദ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, അവിടെയുള്ള ഡിഫറെന്റ് മെഷീനറി, അതൊക്കെയാണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇനി ലേബർ, ശ്രീനിവാസൻ അറിയായിരിക്കുമല്ലോ, നമ്മുടെ ശ്രീനിവാസനാണെന്ത്? അവിടുത്തെ എംപ്ലോയി. ദെൻ ഓൺട്രപ്രനർ ആരാണ്? നമ്മുടെ മോഹൻലാൽ. ഓൺട്രപ്രനർ ആരായിരുന്നു? മോഹൻലാൽ. സോ ആ ഒരു ബിസ്ക്കറ്റിന്റെ കാര്യം ഓർത്തിരുന്നു കഴിഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് പിക്ചറൈസ് ചെയ്യുക, ലാൻഡ്, ദെൻ ബിൽഡിംഗ്, മെഷീനറി, ക്യാപിറ്റൽ ഉണ്ട്, ദെൻ ലേബർ ശ്രീനിവാസൻ, entrepreneur Mohanlal. And these are the 4 common factors of any production. ഏത് നിർമ്മാണം എടുത്തു കഴിഞ്ഞാലും, ഏത് ഫോം എടുത്തു കഴിഞ്ഞാലും, ഗുഡ്സ് പ്രൊഡ്യൂസിംഗ് ഫേം ആയിക്കോട്ടെ, സർവീസ് ഫേം ആയിക്കോട്ടെ, whether the firm is a goods manufacturing firm or a service giving firm, എന്തുമായിക്കോട്ടെ, എന്താ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് മാറുന്നില്ല. അതുകൊണ്ട് അതിന് പറയുന്നത് എന്ത്? 4 കോമൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. ഞാൻ ചോദിക്കട്ടെ, എവിടെ നിന്നാണ് നമ്മുടെ ഫേമിന് ഈ ഫാക്ടേഴ്സ് കിട്ടുന്നത്? ഫ്രം വെയർ ഡസ് ദിസ് ഫേം
റിസീവ് ദിസ് ഫാക്ടേഴ്സ് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം എ ഹൗസ് ഹോൾഡ്. ഒരു ഹൗസ് ഹോൾഡിൽ നിന്നാണ് എന്ത് ഒരു ഫേമിന് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ലഭിക്കുന്നത്. ഹൗസ് ഹോൾഡിലെ വ്യക്തി, ഹൗസ് ഹോൾഡിലുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? ലാൻഡ് ഫേമിന് പ്രൊവൈഡ് ചെയ്യാം. ഹൗസ് ഹോൾഡിലെ ഒരു വ്യക്തി ലേബറായിട്ട് ഇവിടേക്ക് പോകാം. ഹൗസ് ഹോൾഡിലെ ഒരു വ്യക്തി എന്റർപ്രണറായിട്ട് ഈ ഫേമിലേക്ക് പോകാം. ഹൗസ് ഹോൾഡിലെ വ്യക്തി പൈസ മുടക്കിയുടെ ക്യാപിറ്റൽ ഗുഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സോ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ ഇവയെല്ലാം ഹൗസ് ഹോൾഡിന് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? സോറി, ഫേമിന് കൊടുക്കുന്ന ആരാണ്? ഹൗസ് ഹോൾഡ് ആണ്. സോ ദ ഫേംസ്, ദ ബിസിനസ് ഫേം റിസീവ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ഹൗസ് ഹോൾഡ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. ലാൻഡ് ലഭിക്കുന്നു. നമ്മുടെ ലാൻഡ് ഓൺ ചെയ്യുന്ന ആരായിരിക്കും? ഹൗസ് ഹോൾഡിലെ വ്യക്തിയായിരിക്കും. അയാളുടെ ലാൻഡ് ആണെന്ത് ഫേമിന് കൊടുക്കുന്നത്. സോ ഈ പറഞ്ഞ ഹൗസ് ഹോൾഡിലെ ഒരു വ്യക്തി ഓൺ ചെയ്ത ലാൻഡാ. അപ്പൊ ആ സിനിമയ്ക്കകത്ത് ദാക്ഷാണി ബിസ്ക്കറ്റ് കമ്പനിയുടെ കാര്യം പറയുമ്പോൾ ആ ലാൻഡ് ഓൺ ചെയ്യുന്ന ആരാ? മോഹൻലാലാണ്. സോ മോഹൻലാൽ ഓൺ ചെയ്യുന്ന ലാൻഡ് മോഹൻലാൽ എന്ത് ചെയ്യുവാണ്? ദാക്ഷാണി ബിസ്ക്കറ്റ് കമ്പനിക്ക് കൊടുക്കുന്ന പോലാണ്. ഇറ്റ് ഈസ് ലൈക്ക് മോഹൻലാൽ ഈസ് ഗിവിംഗ് ലാൻഡ്, ഈസ് സപ്ലൈയിങ് ലാൻഡ് ടു ദ ഫേം ഫോർ എൻഗേജിങ് ഇൻ പ്രൊഡക്ഷൻ. നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഫേമിന് ലാൻഡ് മോഹൻലാൽ കൊടുക്കുന്ന പോലാണെന്ത് ഈ പറഞ്ഞ ദാക്ഷാണി കമ്പനിയിൽ. അതുപോലെ ലേബർ, ശ്രീനിവാസൻ വരുന്ന എന്താ? ഹൗസ് ഹോൾഡിൽ നിന്നല്ലേ? സെയിം വീടാണെന്നുണ്ടോ? ഇല്ല. ഒരു കൺട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ there will be numerous household, H1, H2, H3, H4 എന്നിങ്ങനെ ധാരാളം ഹൗസ് ഹോൾഡ് നമുക്കൊരു കൺട്രിയിൽ കാണാൻ കഴിയും. So there will be numerous households in a country. So laborers എവിടെ നിന്ന് വരും? From this household. അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് വേണമല്ലോ, അതാര് കൊടുക്കും? ഹൗസ് ഹോൾഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നു. ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ എന്റർപ്രണർ, മോഹൻലാൽ എന്ത് ചെയ്തു? എന്റർപ്രണറായിട്ട് വരുന്നു. ദ സെയിം ക്യാൻ ബി ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് റിലയൻസ്. മുകേഷ് അംബാനി എടുത്തോളൂ. നമുക്ക് ദാക്ഷാണി വേണ്ട, മുകേഷ് അംബാനി എടുത്തോ. ജിയോ, ഈ റിലയൻസ് എടുത്തോ. റിലയൻസിന്റെ കേസ് പറയുമ്പോൾ അംബാനി എന്റർപ്രണർ, ലേബറേഴ്സ് റിലയൻസിന്റെ കീഴിലുള്ള ജോലിക്കാർ, ക്യാപിറ്റൽ ഗുഡ്സ് അവിടെയുള്ള മെഷീൻസ്, എക്യുപ്മെന്റ്സ് എല്ലാം, ലാൻഡ് ആ ബിൽഡിംഗ് ഇരിക്കുന്ന ലാൻഡ് ഏരിയ. ഓക്കെ, ഇനി പറയട്ടെ, ഈ പറഞ്ഞ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഫേം ഈസ് ഗോയിങ് ടു എൻഗേജ് ഇൻ പ്രൊഡക്ഷൻ. ഫേം എന്ത് ചെയ്യാൻ പോവാണ്? നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. സോ ഫേം ഈസ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ നമ്മുടെ ഹൗസ് ഹോൾഡ് ഞാൻ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സപ്ലൈ ചെയ്തു, ഇല്ലേ? നമ്മൾ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്തു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സപ്ലൈ ചെയ്തു. ആർക്കാ സപ്ലൈ ചെയ്തത്? ടു ദ ഫേം. ചുമ്മാതെ പോവാണോ? ചുമ്മാതെ കൊടുക്കുകയാണോ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ? ഇപ്പം ഒരു ലേബർ ഫേമിലേക്ക് പോകുന്നു, ചുമ്മാതെ പോവുകയാണോ? അയാൾക്ക് എന്തിനു ഏണിങ് വേണ്ടേ? ഒരാൾ ലാൻഡ് കൊടുക്കുന്നു, എന്തിനു ഏണിങ് വേണ്ടേ? എന്റർപ്രണറായിട്ട് പോകുന്നു, എന്തിനു ഏണിങ് വേണ്ടേ? വേണം. അല്ല ചുമ്മാതെ വരും പോകുന്നില്ലല്ലോ. സോ ഹൗസ് ഹോൾഡ് ഈസ് സപ്ലൈയിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു ഫേം ആൻഡ് ഇൻ റിട്ടേൺ ഫോർ വിച്ച് ഇവർ സപ്ലൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പകരമായിട്ട് they will demand remuneration. They will demand remuneration or compensation എന്ന് പറയും. remuneration അല്ലെങ്കിൽ compensation. They will demand remuneration or compensation for their supply. ഹൗസ് ഹോൾഡ് കൊടുത്ത ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ കൊടുത്തില്ലേ? അതിന് പകരം റെമ്യൂണറേഷൻ, റിട്ടേൺ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ചെയ്യും. അങ്ങനെ ലാൻഡ് കൊടുത്തതിന് they will get rent. So the remuneration received for land is rent. Labor ആണെങ്കിൽ the remuneration received is called as wage. So household factors of production സപ്ലൈ ചെയ്തു, അതിന് പകരം അവർക്ക് കിട്ടുന്ന റിട്ടേൺ, അവർക്ക് കിട്ടുന്ന ഏണിംഗ് ആണെന്ത്?
ഈ പറഞ്ഞ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഉദ്ദേശിക്കുന്നത്. സോ ലാൻഡ് ആണെങ്കിൽ ദ റെമ്യൂണറേഷൻ ഈസ് കോൾഡ് ആസ് റെന്റ്. ലേബർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് വേജ്. ക്യാപിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രസ്റ്റ്. എന്റർപ്രണർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോഫിറ്റ്. സോ മാറിപ്പോരുത്. ലാൻഡ് റെന്റ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ലേബർ വേജ്, എന്റർപ്രണർ പ്രോഫിറ്റ്. സോ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പേരും അതുപോലെ അതൊക്കെ കിട്ടുന്ന റെമ്യൂണറേഷനും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഗോട്ട് ഇറ്റ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ലേബർ, വേജ്, എന്റർപ്രണർ, പ്രോഫിറ്റ്. സോ ലാൻഡ് പറയുന്നതാണ്, ലാൻഡ് കൊടുക്കുന്നത് കിട്ടുന്നതാണ് റെന്റ്. ലേബർ പോകുന്നതിന് പകരം കിട്ടുന്നതാണ് വേജ്. എന്റർപ്രണർ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ക്യാപിറ്റൽ കൊടുക്കുന്നത് കിട്ടുന്നതാണ് ഇൻട്രസ്റ്റ്. ഗോട്ട് ഇറ്റ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റെമ്യൂണറേഷൻ പഠിച്ചല്ലോ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് we are going to assume something. നമ്മൾ അടുത്തായിട്ട് കുറച്ച് അസംഷൻ കൊണ്ടുവരാൻ പോവാണ്. ഹൗസ് ഹോൾഡ്, അതുപോലെ ഞാൻ ഈ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്കും വരയ്ക്കാം. യു ക്യാൻ ആൾസോ ഡ്രോ ഓർ യു ക്യാൻ ആൾസോ റൈറ്റ്. നല്ല റെക്കോർഡ് കിട്ടുമ്പോൾ അപ്പൊ നോക്കിയാൽ മതി. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. സോ നമ്മുടെ ഹൗസ് ഹോൾഡ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്തു. ഇവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫേം, ഞാൻ പറഞ്ഞു, നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നു. ദേ ആർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു ഒരു കൺട്രി എടുക്കുമ്പോൾ there will be numerous household. ഒന്നല്ല, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഹൗസ് ഹോൾഡ് ഉണ്ട്. ആൻഡ് ഫേം പറയുമ്പോഴും there are thousands of firm. ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഗുഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് നൗ വി ആർ അസ്യൂമിങ് ദാറ്റ് കൺട്രിയിൽ the entire goods produced by the firm is consumed by the household only. മനസ്സിലായോ? അസംഷൻ എന്താണ്? അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേം പ്രൊഡ്യൂസ് ചെയ്ത the entire goods produced by the firm, ഫേം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഗുഡ്സും സർവീസും ആര് കൺസ്യൂം ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുകയാണ്. ഒന്നും എന്ത് ചെയ്യുന്നില്ല, എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. ഫേം എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനവും, എല്ലാ ഗുഡ് സർവീസും ആരും കൺസ്യൂം ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു. അതുപോലെ അടുത്ത അസംഷനാണ് ഹൗസ് ഹോൾഡ് ഈസ് നോട്ട് സേവിങ് എനി മണി. എന്ത് ചെയ്യുന്നില്ല? ഹൗസ് ഹോൾഡ് പൈസ ഒന്നും സേവ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു ഹൗസ് ഹോൾഡ് ഫേമിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുമ്പോൾ, ഹൗസ് ഹോൾഡ് ഫേമിലേക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുമ്പോൾ they will get some remuneration: land, rent, labor, wage, capital, interest, entrepreneur, profit. ഈ പൈസ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നില്ല? സേവ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഹൗസ് ഹോൾഡ് ഈസ് spending entire remuneration to consume the goods and service of firm. So first assumption എന്താണ്? The first assumption is that നമ്മുടെ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നവും ആര് കൺസ്യൂം ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു. ഒരു സാധനവും എക്സ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്നും കയറ്റുമതി ചെയ്യുന്നില്ല. എല്ലാവരും കൺസ്യൂം ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു.
അടുത്ത എന്താ അസംഷൻ? ഹൗസ് ഹോൾഡിന് കിട്ടിയ പൈസ, ഹൗസ് ഹോൾഡിന് കിട്ടിയ വരുമാനം, റെന്റ്, ഇൻട്രസ്റ്റ്, വേജ്, പ്രോഫിറ്റ്, ഇവയൊന്നും തന്നെ അവർ സേവ് ചെയ്ത് വെക്കുകയല്ല, മറിച്ചെല്ലാം എന്ത് ചെയ്യുകയാണ്? എൻ്റർ മണി അവര് സ്പെൻഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഗുഡ്സും സർവീസും കൺസ്യൂം ചെയ്യാൻ വേണ്ടി. ഹൗസ് ഹോൾഡ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ് സർവീസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് ഈസ് സ്പെൻഡിങ് ദ എൻ്റർ മണി. സോ നോക്കൂ, ഈ പറഞ്ഞ ഗുഡ് സർവീസ് എങ്ങോട്ട് തന്നെ പോകുന്നു? ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? അവർക്ക് കിട്ടിയ പൈസ, അവർക്ക് കിട്ടിയ ശമ്പളം, റെന്റ് കിട്ടിയിരുന്നല്ലോ, ഫേമിൽ നിന്ന് റെന്റ് കിട്ടി, ലേബറിന് വേജ് കിട്ടി, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടി, എന്റർപ്രണറിന് പ്രോഫിറ്റ് കിട്ടി. ഈ കിട്ടിയ പൈസ എന്ത് ചെയ്യുന്നു? ഈ ഗുഡ് സർവീസ് വാങ്ങാൻ വേണ്ടി അവര് ചെലവാക്കുന്നു. സോ നോക്കുവാണെങ്കിൽ ഹൗസ് ഹോൾഡ് ഈസ് യൂസിങ് ദ എൻ്റർ റെമ്യൂണറേഷൻ to consume the goods and services produced by the firm. And ഫേമിന്റെ എല്ലാ ഉൽപ്പന്നം ആര് കൺസ്യൂം ചെയ്തു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്തു. ആൻഡ് ഇത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് ഐ ക്യാൻ ഗീവ് യു എക്സാമ്പിൾ പറയാം. സോ നമ്മുടെ അർച്ചന മാഡം വന്നിട്ടുണ്ടല്ലോ. സോ കുറച്ച് കാലത്തേക്ക് ഞാൻ അർച്ചന മാഡത്തിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. മാഡം MBBS അല്ലല്ലോ, സോ മാഡത്തിന്റെ MBBS ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. സോ അല്ല വേണ്ട, അർച്ചന മാഡം ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, വേറെ അല്ല എടുക്കാം. ഡോക്ടേഴ്സ് ആരും ഉണ്ടോ? ഡോക്ടേഴ്സ് ആരും ഇല്ലല്ലോ. ആദ്യം കാണുന്നത് നമുക്ക് ഫസ്റ്റ് ആൾക്കാർ എടുക്കാം. അബ്ദുള്ള സാർ, കുഴപ്പമില്ലല്ലോ, സാറിനെ ഒന്ന് എടുക്കുവാണ്. തൽക്കാലത്തേക്ക് സാർ ഡോക്ടർ ആക്കുകയാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഹൗസ് ഹോൾഡ് ഫേം. household firm. Okay. First case, we are considering a household. Parent H1. H1 is the household. Firm എന്ന് പറഞ്ഞാൽ നമ്മുടെ KS എക്കണോമിക്സ് ഹബ്ബാണ് ഫേം. സോ ഈ പറഞ്ഞ KS എക്കണോമിക്സ് ഹബ്ബ് വർക്ക് ചെയ്യണമെങ്കിൽ they need some factors of production. ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, എന്റർപ്രണർ വേണം. സോ ലേബേഴ്സ് നമ്മുടെ സ്റ്റാഫ്, എന്റർപ്രണർ എന്ന് പറയുമ്പോൾ ഇതിന് മുതലാളി, ദെൻ അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ലാപ്ടോപ്പ് ഒരു ക്യാപിറ്റലാണ്, അതുപോലെ ഈ ബിൽഡിങ് ഒരു ക്യാപിറ്റലാണ്, അതുപോലെ ലാൻഡ് വേണം, ഈ ബിൽഡിംഗ് അല്ല ഏരിയ. സോ ഹൗസ് ഹോൾഡ് ഈസ് സപ്ലൈയിങ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ ടു ദ KS എക്കണോമിക്സ് ഹബ്. So KS economics hub എന്ത് ചെയ്യുന്നു? It is using the factors of production to produce a service. So KS ന്റെ economics hub എന്താ പ്രത്യേകത? They are producing education service. And ഇതിലെ ഒരു ലേബർ ആണ് ആര്? ഞാൻ. Vishnu is a labor in this KS economics hub. And Vishnu is coming from H1 household. So H1 ഹൗസ്ഹോൾഡുള്ള വിഷ്ണു KS എക്കണോമിക്സ് ഹബിലേക്ക് വരികയാണ്. ആൻഡ് ഹി ഈസ് വർക്കിംഗ് ഇൻ KS എക്കണോമിക്സ് ഹബ്. അങ്ങനെ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വി ആർ കൺസിഡറിംഗ് ഹൗസ് ഹോൾഡ് 2. ആൻഡ് ഫേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ. നമ്മുടെ അബ്ദുള്ള സാറ്, ഹി ഈസ് ഇൻ ഹൗസ് ഹോൾഡ് 2. നമ്മുടെ അബ്ദുള്ള സാറ് ഹൗസ് ഹോൾഡ് 2-ലാണ് ഉള്ളത്. ആൻഡ് ഹീസ് എ ഡോക്ടർ. സപ്പോസ് അദ്ദേഹം ഒരു ഡോക്ടറാണ്, MBBS, FRCS, MD എൻ്റെ വലിയൊരു ഡോക്ടറാണ്. ആൻഡ് ഹി ഈസ് ഫ്രം ഹൗസ് ഹോൾഡ് 1. നോക്കുക, ആൻഡ് അബ്ദുള്ള സാറ് ഹി വാണ്ട് ടു
പ്രിപ്പയർ ഫോർ KAS എക്സാം. അത് എന്ത് ചെയ്തു? നമ്മുടെ KAS എക്കണോമിക്സ് ഹബിലേക്ക് വന്നു. നോക്കുവാണെങ്കിൽ H1 ഹൗസ് ഹോൾഡിൽ നിന്ന് വിഷ്ണു പോയി. ആൻഡ് വിഷ്ണു എവിടെ വർക്ക് ചെയ്തു? ഫേം 1 ആയ KAS എക്കണോമിക്സ് ഹബിൽ വർക്ക് ചെയ്തു. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സർവീസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇത് കൺസ്യൂം ചെയ്യുന്ന ആരാ? പക്ഷേ H2 ഹൗസ് ഹോൾഡിലുള്ള രണ്ടാമത്തെ ഹൗസ് ഹോൾഡിലുള്ള അബ്ദുൾ സർ ആണെന്ത് ഈ സർവീസ് കൺസ്യൂം ചെയ്യുന്നത്. ഇത് നോക്കൂ, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പനി വന്നു. കുറച്ച് കഴിയുമ്പോൾ പനി വന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. സോ ഐ ആം ഗോയിങ് ടു കിംസ് ഹോസ്പിറ്റൽ. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കിംസ് ഹോസ്പിറ്റൽ എന്താ? ഒരു ഫേം ആണ്. ഈ പറഞ്ഞ കിംസ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണമെങ്കിലും ദേ നീഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ എല്ലാം അവർക്കും ആവശ്യമുണ്ട്. ആൻഡ് നമ്മുടെ അബ്ദുള്ള സാറ് ഡോക്ടറാണ്. ആൻഡ് ഹി ഈസ് എ ഡോക്ടർ വർക്കിംഗ് ഇൻ കിംസ് ഹോസ്പിറ്റൽ. സോ കിംസ് ഹോസ്പിറ്റൽ ലേബർ എന്ന് പറയുമ്പോൾ ആരുണ്ട്? നമ്മുടെ അബ്ദുള്ള സാറ് വരുന്നുണ്ട്. ഹി ഈസ് എ ഡോക്ടർ വർക്കിംഗ് ഇൻ കിംസ് ഹോസ്പിറ്റൽ. ആൻഡ് ഈ കിംസ് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു? യൂസിംഗ് ദിസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ they are producing health service producing. And ഈ സർവീസ് കൺസ്യൂം ചെയ്യുന്ന ആരാ? H2 ഹൗസ് ഹോൾഡ് ആരുമല്ല, മറിച്ച് H1 ഹൗസ് ഹോൾഡിലെ വിഷ്ണു ആണെന്ത് അത് കൺസ്യൂം ചെയ്യുന്നത്, ആ സർവീസ് ഉപയോഗിക്കുന്നത്. സോ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഹൗസ് ഹോൾഡുകൾ, ഫേമുകൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ ഇവിടെ നോക്കൂ, ഫസ്റ്റ് കേസിൽ H1 ഹൗസ് ഹോൾഡിൽ നിന്ന് വിഷ്ണു ഈസ് ഗോയിങ് ടു KAS എക്കണോമിക്സ് ഹബ് ആസ് ലേബറർ ടു പ്രൊഡ്യൂസ് എഡ്യൂക്കേഷൻ സർവീസ്. ആൻഡ് ദിസ് സർവീസ് ഈസ് കൺസ്യൂംഡ് ബൈ Abdullah Sir from household 2. And Abdullah Sir himself is a labor in Kim's Hospital, which is firm 2. ശ്രദ്ധിച്ചു കേൾക്കുക, മനസ്സിലായോ? H2 ഹൗസ് ഹോൾഡ് ഉള്ള സാറ് ഫേം 2 ആയ കിംസ് ഹോസ്പിറ്റലിലെ ലേബർ ആണ്. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹെൽത്ത് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ ഹെൽത്ത് സർവീസ് ആര് കൺസ്യൂം ചെയ്യുന്നു? വിഷ്ണു കൺസ്യൂം ചെയ്യുന്നു. സോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, വിഷ്ണുവിന് ഹെൽത്ത് സർവീസ് കൺസ്യൂം ചെയ്യണമെങ്കിൽ ഹി നീഡ് മണി. ആ മണി എവിടുന്നാണ് കിട്ടിയത്? പക്ഷേ ഫേം 1 നിന്നാണ് കിട്ടിയത്. അതുപോലെ അബ്ദുള്ള സാറിന് എഡ്യൂക്കേഷൻ സർവീസ് കൺസ്യൂം ചെയ്യണമെങ്കിൽ ഹി നീഡ് മണി. അതെവിടുന്ന് കിട്ടിയതിന്? ഫേം 2 ആയ കിംസിന്ന് കിട്ടി. സോ നമ്മുടെ അസംഷൻ എന്താ പറഞ്ഞേ? ഇന്ത്യയിലുള്ള ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ് സർവീസും ആര് കൺസ്യൂം ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു, യൂസിങ് ദ ഇൻകം ഓർ റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫ്രം ദ ഫേം ഇറ്റ്സെൽഫ്. ഫേമിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ച് ഫേമിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ആര് കൺസ്യൂം ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു. സോ ഫ്രം ദിസ് അസംഷൻ can I say the income of household is equal to value of goods produced by firm? എനിക്ക് പറയാമോ? ഹൗസ് ഹോൾഡിന് കിട്ടിയ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ ഔട്ട്പുട്ടിന്റെ വാല്യൂവിന് സമമാണ്. സോ ഇവിടെ നോക്കൂ, ഒരു ഫേമിന്റെ ഔട്ട്പുട്ടിന് സമമാണ്. സോ വേറെ എക്സാമ്പിൾ പറയാം. Example 3, household, then firm. This firm is producing, suppose cake produce എന്ന് വിചാരിക്കുക. Household is supplying the factors of production. ഈ കേക്കിന് 100 രൂപ, കേക്കിന് 100 രൂപ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിവ സപ്ലൈ ചെയ്തു. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, എന്റർപ്രണറിന് പ്രോഫിറ്റ്. അതാർക്ക് കിട്ടി? ഹൗസ് കിട്ടി. And you can see the firm is using the factors of production to produce cake. By your assumption, എന്താ പറഞ്ഞേ? ഫേം ഉണ്ടാക്കിയ ഉൽപ്പന്നം ആര് കഴിക്കണം? ഹൗസ് ഹോൾഡ് കഴിക്കണം. ഹൗസ് ഹോൾഡ് കഴിക്കുമ്പോൾ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? അവർക്ക് കിട്ടിയ എൻ്റയർ ഇൻകം അവർ ഉപയോഗിക്കും. സോ നോക്കുക, സപ്പോസ് ഈ പറഞ്ഞ ഫേം റെന്റ് ആയിട്ട് 10 രൂപ കൊടുത്തു, വേജ് ആയിട്ട്
50 രൂപ കൊടുത്തു, ഇൻട്രസ്റ്റ് ആയിട്ട് 10 രൂപ കൊടുത്തു, പ്രോഫിറ്റ് ആയിട്ട് 30 രൂപ കൊടുത്തു. സോ എത്ര വരും? 10 + 50 + 10 + 30 ടോട്ടൽ 100 വന്നു. സോ എന്ത് ചെയ്തു? ഈ ഫേം റെമ്യൂണറേഷൻ ആയിട്ട് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആർക്ക് കൊടുത്തു? ഹൗസ് ഹോൾഡിന് കൊടുത്തു. ഹൗസ് ഹോൾഡ് ഈ പറഞ്ഞ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇവ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കൺസ്യൂം ചെയ്യുവാണ്? ഈ കേക്ക് കൺസ്യൂം ചെയ്യുവാണ്. സോ നമുക്ക് പറയാം ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് എത്ര? ഇവിടെ 100 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു the value of output produced by the firm, and this is equal to the total expense or expenditure made by the household. ഹൗസ്ഹോൾഡിന്റെ ചെലവ് എത്ര? 100 രൂപ. ഞാൻ പറഞ്ഞു ഫേമിന്റെ 100 രൂപയുടെ കേക്കും ആര് കൺസ്യൂം ചെയ്തു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്തു. സോ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 100 രൂപയാണ് അവർ ചെലവാക്കിയത്. അതുപോലെ ഇൻകം എന്ന് പറയുമ്പോൾ കിട്ടിയ വരുമാനം 100 രൂപയാണ്. വാല്യൂ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 100 രൂപയാണ്. സോ ബൈ യുവർ അസംഷൻ വി ക്യാൻ സേ ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം ഈക്വൽ ടു total expenditure made by the household എന്ന് നമുക്ക് പറയാം. And from this we can say there are 3 methods of estimating national income of a country. ഒരു കൺട്രിയുടെ ദേശീയ വരുമാനം നമുക്ക് എന്ത് ചെയ്യാം? 3 വിധേന എസ്റ്റിമേറ്റ് ചെയ്യാം. ഒരു മെത്തേഡാണ് ഇൻകം മെത്തേഡ്, മറ്റൊന്ന് പ്രൊഡക്റ്റ് മെത്തേഡ് or output method or value added method. Then third method is expenditure method. So the 3 methods of estimating national income of a country എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻകം മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. These are the 3 methods of estimating national income of a country. ഏതൊക്കെയാണ്? ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതുപോലെ പ്രൊഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ we have discussed the main prerequisites for studying national income. എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുവഴി എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെമ്യൂണറേഷൻ, അതുപോലെ വിച്ച് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു പ്രൊഡക്റ്റ് പറഞ്ഞില്ലേ? ഇതിന് പറയുന്നതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സോ നമ്മുടെ ഈ അസംഷൻ പ്രകാരം നമുക്ക് റിസൾട്ട് ഇല്ലേ? ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഓഫ് ഹൗസ് ഹോൾഡ്. അതായത് ഏത് എസ്റ്റിമേറ്റ് ചെയ്താൽ എന്താ തുല്യം? ഹൗസ് ഹോൾഡിന്റെ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തു 100 രൂപ. ഒരു കമ്പനി നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്തു 100 രൂപ. ഒരു കമ്പനിയുടെ ഒരു ഹൗസ് ഹോൾഡിന്റെ ചെലവ് എസ്റ്റിമേറ്റ് ചെയ്തു 100 രൂപ. എപ്പോഴും എന്താ? സമമായ വാല്യൂ കിട്ടുന്നത്. ആൻഡ് ഇതിന് പറയുന്നതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സോ ക്ലിയർ ആണോ? സോ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ആക്ച്വൽ കേസ് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ അല്ല, ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡിഫറെന്റ് ഫാക്ടേഴ്സ്, ഡിഫറെന്റ് കമ്പണൻസ് ഒരു എക്കണോമി വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഫോർ സ്റ്റഡിയിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വി ഓൺലി റിക്വയർ 2 കമ്പണൻസ്. ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡും അതുപോലെ ഫേമും. സോ
The next is the concept of market price, basic price, and factor cost. So വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നീട് GVA അതുപോലെ നാഷണൽ ഇൻകം ഇക്വേഷൻ ഒക്കെ പഠിക്കും. ആ സമയത്ത് വരെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ആവശ്യമുണ്ട്. The first is market price. വിപണി വില എന്ന് പറയാം. വിപണി വില, മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ it is the price at which an item is getting sold in the market. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം ഒരു വിപണിയിൽ എത്ര വിലയ്ക്കാണ് വിറ്റു പോകുന്നത്. So what is the price at which an item is getting sold in the market? അതാണ് എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. So the term market price എന്ന് പറഞ്ഞാൽ it is the price at which the goods and service are sold or offered in the marketplace. നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ എത്രയാണ് ആ സാധനത്തിന് നമ്മൾ കൊടുക്കുന്നത്. So what is the price at which an item is getting sold or offered in the marketplace? And market price equation പറയുമ്പോൾ the equation of market price is equal to basic price plus product tax minus product subsidy. ഇത് നോക്കട്ടെ, MP എന്ന് പറഞ്ഞ മാർക്കറ്റ് പ്രൈസ് എന്താണ്? ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. ഇതാണ് എന്ത് മാർക്കറ്റ് പ്രൈസിന്റെ ഒഫീഷ്യൽ ഇക്വേഷൻ. ഇത് നോക്കേണ്ടത് എന്താണ് ഈ ബേസിക് പ്രൈസ് എന്നാണ്. ബേസിക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് ദ ലെവൽ ഓഫ് പ്രൊഡ്യൂസർ. സോ ഒരു നിർമ്മാതാവ്, ഒരു ഉൽപാദകൻ, ഒരു മാനുഫാക്ചറർ അയാളുടെ ഫാക്ടറിയിൽ വെച്ച് ഒരു ഉൽപ്പന്നം നിർമ്മിച്ച ശേഷം വിപണിയിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വാട്ട് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ പ്രൊഡ്യൂസർ. സോ ഒരു ഉൽപ്പന്നം വിപണിയിൽ വിൽക്കപ്പെടുന്നതിന് മുന്നേ, ഒരു ഉൽപ്പന്നം വിപണിയിൽ വിൽക്കപ്പെടുന്നതിന് മുന്നേ നിർമ്മാതാവിന്റെ ലെവലിൽ, at the level of the producer, what is the price incurred by the manufacturer? അതാണ് the basic price. It is also called as producer's price എന്ന് പറയും. Producer's price എന്നതിനെ പറയാറുണ്ട്. സോ ഒരു ഉൽപ്പന്നം ഫാക്ടറി യൂണിറ്റിൽ നിർമ്മിച്ചു കഴിഞ്ഞ് വിപണിയിലേക്ക് പോകുന്നതിന് മുന്നേ what is the price incurred by the seller or the producer or the manufacturer? ഒരു നിർമ്മാതാവ്, ഒരു പ്രൊഡ്യൂസർ, ഒരു മാനുഫാക്ചറർ, അയാളുടെ ലെവലിലുള്ള പ്രൈസ് ആണ് എന്ത് ബേസിക് പ്രൈസ് എന്ന് മീൻ ചെയ്യുന്നത്. സപ്പോസ് ഒരു ഉൽപ്പന്നം എടുക്കുക. ഈ ഉൽപ്പന്നം വിപണിയിൽ വിറ്റു പോകുന്നത് 105 രൂപയ്ക്കാണ്. 105 രൂപയാണ് ഈ ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് പ്രൈസ്. ആൻഡ് ഇതിന്റെ ബേസിക് പ്രൈസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 100 രൂപ. 100 രൂപയാണ് എന്ത് ഈ ഉൽപ്പന്നത്തിന്റെ ബേസിക് പ്രൈസ്. നമുക്കറിയാം, നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഈ സാധനങ്ങൾക്ക് മേലിലെല്ലാം നമ്മുടെ ഗവൺമെന്റ് എന്ത് ഈടാക്കുന്നുണ്ട്? ഒരു നിർമ്മാതാവ് അയാൾ നിർമ്മിച്ച സാധനം വിപണിയിലേക്ക് വിൽക്കപ്പെടുന്ന സമയത്ത് അതിന് മേലെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നികുതി എന്ത് ചെയ്യുന്നുണ്ട്? ചുമത്തുന്നുണ്ട്. അതാണ് പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ. പ്രൊഡക്റ്റ് ടാക്സ്, ദി ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി പ്രൊഡക്റ്റ്, ഉൽപ്പന്നത്തിന് മേലെ ഇമ്പോസ് ചെയ്യപ്പെട്ട ടാക്സ്. ആൻഡ് സപ്പോസ് ഈ ഉൽപ്പന്നത്തിന് മേലെ 10 രൂപ പ്രൊഡക്ഷൻ ടാക്സ്, പ്രൊഡക്റ്റ് ടാക്സ്, പ്രൊഡക്റ്റ് ടാക്സ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യാതിരിക്കുക. സോ 100 രൂപയാണ് എന്ത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ്. നമ്മുടെ ഉൽപാദകന്റെ ലെവലില്, നിർമ്മാതാവിന്റെ ലെവലില് 100 രൂപയാണെന്ത് അയാളുടെ ചെലവ്, അയാൾ ഇൻകർ ചെയ്ത പൈസ. അതിന് മേലെ 10 രൂപ സർക്കാർ ഈടാക്കുന്ന പ്രൊഡക്റ്റ് ടാക്സ് വരുന്നു. ഇത് നോക്കുക, ഈ ഉൽപ്പന്നം സർക്കാർ നോക്കിയപ്പോൾ സർക്കാർ വിചാരിക്കുകയാണ് ഈ ഉൽപ്പന്നം എന്താ ആൾക്കാരെല്ലാം കഴിക്കുന്ന ഉൽപ്പന്നമാണ്, ആൾക്കാരെല്ലാവർക്കും കൺസ്യൂമർ ഉൽപ്പന്നമാണ്. സോ ഗവൺമെന്റ് പറയാണ് വില കുറച്ച് കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. സോ ഗവൺമെന്റ് എന്ത് ചെയ്യുവാണ്?
ഗവൺമെന്റ് ഈ ഉൽപ്പന്നത്തിന് മേലെ ഒരു സബ്സിഡി പ്രൊവൈഡ് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സബ്സിഡി എന്ന ഈ പേര്. എന്താ സബ്സിഡി എന്ന് പറയുമ്പോൾ? സബ്സിഡി ഈസ് ആക്ച്വലി എ മൊണിറ്ററി ബെനിഫിറ്റ് ആണ്. നമ്മുടെ ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ഒരു മൊണിറ്ററി ബെനിഫിറ്റ് ആണെന്ത്? സബ്സിഡി. എന്തിനു വേണ്ടി കൊടുക്കുന്നത്? മെയിൻലി ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഐറ്റംസ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പോ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഈ കേരളത്തിൽ പറയുമ്പോൾ സപ്ലൈകോ വഴി എന്ത് ചെയ്യുന്നുണ്ട്? വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട്, നമ്മുടെ ശബരി കോക്കനട്ട് ഓയിൽ വിൽക്കുന്നുണ്ട്, അരി വിൽക്കുന്നുണ്ട്, ഷുഗർ വിൽക്കുന്നുണ്ട്. ആൻഡ് വിപണി വില എന്ന് പറയുമ്പോൾ സപ്പോസ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്റർ സാധാരണഗതിയിൽ ഒരു ലിറ്റർ കോക്കനട്ട് ഓയിലിന് 170 rupees ആയിരിക്കും. 170 rupees ആണ് സാധാരണ നിരക്കിൽ വില. എന്നാൽ നമ്മുടെ സപ്ലൈകോ വഴി നോക്കുമ്പോൾ ഒരു ലിറ്ററിന്റെ പാക്കറ്റിന് അപ്രോക്സിമേറ്റ്ലി 130 rupees ആണ് വരുന്നത്. സോ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. സാധാരണഗതിയിൽ 120 രൂപയാണ് വില. എന്നാൽ ശബരി എണ്ണ നമുക്ക് കടയിൽ നിന്ന് ഈ സബ്സിഡി മേടിക്കുമ്പോൾ വിൽ പർച്ചേസ് ദ ഐറ്റം അറ്റ് ദ കോസ്റ്റ് ഓഫ് 130 rupees. 170 രൂപയാണ് പൊതുവിലയെങ്കിൽ 130 രൂപയ്ക്ക് എന്ത് ചെയ്യും? സപ്ലൈകോ വഴി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. വിച്ച് മീൻസ് ഇവിടെ ഒരു 40 രൂപ ഗ്യാപ്പ് ഇല്ലേ? ഈ 40 രൂപ ഗ്യാപ്പ് എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് ദ മൊണിറ്ററി ബെനിഫിറ്റ് ആണ്. നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും? ഈ 40 രൂപ വായിക്കും. സോ ഗവൺമെന്റ് പറയാണ്, ഈ വെളിച്ചെണ്ണ 170 രൂപ വിലയുള്ള ഈ വെളിച്ചെണ്ണ 130 രൂപയ്ക്ക് എന്ത് ചെയ്യുക? കൺസ്യൂമറിന് കൊടുക്കും. 40 രൂപ ആര് തരാം? ഞാൻ തരാന്ന് പറയും. സോ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? സബ്സിഡി വഴി ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്ത് ചെയ്യുന്നു? കുറയ്ക്കുകയാണ്. സോ ഇവിടെ നോക്കുക, നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഈ ഐറ്റം, നമ്മുടെ എക്സാമ്പിളിലെ ഐറ്റം ആൾക്കാർ എന്ത് ചെയ്യണം? കൺസ്യൂം ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഈസ് ഗിവിംഗ് എ സബ്സിഡി ഓഫ് 5 rupees. 5 രൂപയുടെ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുകയാണ്. സോ എന്ത് വരും? സബ്സിഡി എന്ന് പറയുമ്പോൾ പ്രൈസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറാണ്. എന്നാൽ ടാക്സ് എന്ന് പറയുമ്പോഴോ പ്രൈസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടറാണ്. ആണല്ലോ. ഒരു ഉൽപ്പന്നത്തിന് മേലെ ടാക്സ് വരുമ്പോൾ എന്ത് ചെയ്യും? വില കൂടത്തില്ലേ? ഇപ്പോ സപ്പോസ് ഫോണ് ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് പറയാണ് ഫോണിന് മേലെ ടാക്സ് ഇല്ല. എന്നാൽ ഗവൺമെന്റ് പിന്നെ പറയാണ് ഫോണിന് മേലെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ ടാക്സ് ഒരു ഉൽപ്പന്നത്തിന്റെ മേലെ വരുമ്പോൾ അതിന്റെ വില എന്ത് ചെയ്യും? വർദ്ധിക്കും. സോ ടാക്സ് എന്ന് പറയുമ്പോൾ വി നീഡ് ടു ആഡ് വിത്ത് ദ ബേസിക് പ്രൈസ്. സബ്സിഡി എന്ന് പറയുമ്പോൾ എന്താ നേരെ മറിച്ച്? സബ്സിഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വിലയെ കുറയ്ക്കുന്ന ഘടകമാണ്. ഇറ്റ് ഇസ് എ ഫാക്ടർ വിച്ച് റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ വി നീഡ് ടു subtract the value. So 100 basic price plus 10 rupees tax minus 5 rupees subsidy. 100 plus 10 minus 5 എത്ര വരുന്നു? 105 രൂപയായിട്ട് മാർക്കറ്റ് പ്രൈസ് മാറുന്നു. So this is the equation of market price. അറിഞ്ഞിരിക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ പണം പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കുകയാണെങ്കിൽ there is no need to by heart the equation. Okay, next is basic price. So basic price എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? It is the price which is incurred by the producer. ഒരു നിർമ്മാതാവിന്റെ ലെവലില്, പ്രൊഡ്യൂസർ ലെവലിലാവുന്ന പ്രൈസ് ആണ് എന്ത്? ഈ പറഞ്ഞ ബേസിക് പ്രൈസ് ഓർ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് എന്ന് പറഞ്ഞ. സോ നമ്മുടെ വിപണിയില് 105 രൂപയ്ക്ക് ഈ ഉൽപ്പന്നം വിൽക്കപ്പെടുകയാണ് അല്ലെ? 105 രൂപയ്ക്ക് ഈ ഉൽപ്പന്നം വിൽക്കപ്പെടുമ്പോൾ നിർമ്മാതാവിന് 105 രൂപ കിട്ടുമോ? ഇല്ല. നിർമ്മാതാവിന് ഈ 105 രൂപയും ലഭിക്കില്ല. എന്ത് കിട്ടും? ഹി വിൽ ഗെറ്റ് ദ പ്രൈസ്. ഈ പറഞ്ഞ ബേസിക് പ്രൈസ് മാത്രമാണ് എന്ത് അയാൾ കിട്ടുന്നത്. ടാക്സ് ഒക്കെ എങ്ങോട്ട് പോകും? ടാക്സ് വിൽ ബി ഗോൺ ടു ദ ഗവൺമെന്റ്. പിന്നെ സബ്സിഡി അയാൾക്ക് കിട്ടും. സോ 105 രൂപ മാർക്കറ്റ് പ്രൈസില് the producer, നമ്മുടെ manufacturer will be only getting the subsidy amount and also ഈ പറഞ്ഞ basic price. ടാക്സ് എങ്ങോട്ട് പോകുന്നു? ടാക്സ് will go to the government. ഗവൺമെന്റിലേക്കാണ് എന്ത് ആ ടാക്സ് പോകുന്നത്. അല്ലേ? ശരിയല്ലേ? So we can see the equation of basic price is factor cost. Basic price equal to factor cost plus
പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി. ടേം മാറിപ്പോരുത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞേ? വിപണി വില എന്ന് പറഞ്ഞപ്പോ വി ഹാവ് യൂസ് ദ ടേം പ്രൊഡക്റ്റ് ടാക്സ് ആൻഡ് പ്രൊഡക്റ്റ് സബ്സിഡി. അതായത് ഒരു ഉൽപ്പന്നം വിപണിയിൽ വിറ്റ് പോകുന്ന സമയത്ത്, ഒരു ഉൽപ്പന്നം വിപണിയിൽ വിറ്റ് പോകുന്ന വേളയിൽ ഗവൺമെന്റ് ഈടാക്കുന്ന ടാക്സ്, ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി. സോ പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡിയും ഈ പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്. സോ നമ്മൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ് ടാക്സും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സബ്സിഡിയും എന്താണ്? ബോത്ത് ദീസ് ടാക്സസ് ആൻഡ് സബ്സിഡി ആർ പ്രൊഡക്റ്റ് സ്പെസിഫിക്. ഓരോ ഉൽപ്പന്നത്തിനും സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ടാക്സ് ഈടാക്കുന്നു. സോ പ്രൊഡക്റ്റ് ടാക്സ് ആൻഡ് പ്രൊഡക്റ്റ് സബ്സിഡി ആർ സ്പെസിഫിക് ടു എ പ്രൊഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന് സ്പെസിഫിക് ആയിട്ടാണ് ഈ ടാക്സ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ സബ്സിഡി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് ബേസിക് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് ആൻഡ് പ്രൊഡക്ഷൻ സബ്സിഡി ആണ് വന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൈസ്, which is the factor payments which is paid by the firm. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേം കൊടുത്ത പൈസ, അതാണ് എന്ത്? ഫാക്ടർ കോസ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ഫാക്ടർ കോസ്റ്റിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ലാൻഡിന്റെ റെന്റ്, ലേബറിന്റെ വേജ്, ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ്, ഓണ്ടർപ്രണറിന്റെ പ്രോഫിറ്റ്. സോ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫാക്ടർ പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ബിസിനസ് ഫേം. നമ്മുടെ ബിസിനസ് ഫേം നടത്തിയ ഫാക്ടർ പേയ്മെന്റ്സ് ആണെന്ത്? ഫാക്ടർ കോസ്റ്റ് എന്ന് ഇൻ ചെയ്തത്. ഇനി പറയട്ടെ, നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളില് 100 രൂപയായിരുന്നു എന്ത്? ബേസിക് പ്രൈസ്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി എന്നാ പറഞ്ഞത്. പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ ടാക്സ് minus production subsidy. Suppose the factor cost is 90 രൂപ. 90 രൂപയാണ് ഫാക്ടർ കോസ്റ്റ്. അതായത് ലാൻഡ്, ലേബർ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നീ പേയ്മെന്റുകൾക്ക് ഉപയോഗിച്ച പൈസയാണെന്ത്? 90 രൂപ. ലേബറിന് വേജ് ആയിട്ട് സപ്പോസ് 50 രൂപ കൊടുത്തു, വേജ് ആയിട്ട് 50 രൂപ. ദെൻ ലാൻഡ് രണ്ടായിട്ട് 10 രൂപ കൊടുത്തു, എന്റർപ്രണറിന് പ്രോഫിറ്റ് ആയിട്ട് 20 രൂപ. ദെൻ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആയിട്ട് 10 രൂപ. സോ 10 ഇൻട്രസ്റ്റ്, ലേബറിന്റെ വേജ് 50, ലാൻഡിന്റെ റെന്റ് 10, ഓണ്ടർപ്രണറിന്റെ പ്രോഫിറ്റ് 20. എത്ര വരുന്നു? 50 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 10 90. അതാണെന്ത്? ഈ പറഞ്ഞ ഫാക്ടർ കോസ്റ്റ്. ഇനിയുള്ളത് പ്രൊഡക്ഷൻ ടാക്സ്. സോ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ കമ്പൽസറി പേയ്മെന്റ്സ് വിച്ച് ഈസ് റിക്വസ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം എ ഫേം. ഒരു ഫേമിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന പൈസ, അതാണെന്ത്? പ്രൊഡക്ഷൻ ടാക്സ് പറഞ്ഞാൽ ഒരു ഫേമിൽ നിന്ന് ഗവൺമെന്റ് കമ്പൽസറി ആയിട്ട് വാങ്ങിക്കുന്ന ചില പേയ്മെന്റ്സ്. ആൻഡ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടാക്സിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഫേമിൽ നിർമ്മാണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല, ഒരു ഫേമിൽ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ മനസ്സിലാവും. The example of production tax includes land revenue, registration fees. ഉദാഹരണം പറയുമ്പോൾ ഒരു ഫേം ഉണ്ട്,
ഈ ഫേം ഒരു ലാൻഡിൽ എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഈ ലാൻഡ് എന്ത് കൊടുക്കണം? ഈ ഫേം എത്ര കൊല്ലം ഉണ്ടോ ആ ഫേം ആക്റ്റീവ് ആണ്, നിർമ്മിക്കണം എന്നില്ല. ആ ഫേം ഉണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ ഫേം അവിടെ ഉണ്ടെങ്കിൽ, ആ ഫേം ഉൽപ്പന്നം നിർമ്മിച്ചാലും ഇല്ലെങ്കിലും ആ ഫേം എന്ത് ചെയ്യണം? എല്ലാ വർഷവും ലാൻഡ് റവന്യൂ പേ ചെയ്യണം, ഭൂനികുതി പേ ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു, കോവിഡ് ടൈമില് ബസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ്, ദേ ആർ നോട്ട് ഏബിൾ ടു റൺ ഇൻ ഇന്ത്യ ആൻഡ് കേരള. കേരളത്തിലായാലും ഇന്ത്യയിലായാലും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല, കോവിഡിന്റെ റെസ്ട്രിക്ഷൻ കാരണം. സോ കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം പ്രൈവറ്റ് ബസ് ആർ നോട്ട് ഓപ്പറേറ്റിംഗ് ഇൻ കേരള. പക്ഷേ ഈവൻ ദോ ദേ ആർ നോട്ട് എൻഗേജിങ് ഇൻ പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിലും ദേ ആർ സപ്പോസ് ടു പേ മോട്ടോർ വെഹിക്കിൾ ടാക്സ്. നമ്മുടെ ഗവൺമെന്റ് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സ് അല്ലെങ്കിൽ റോഡ് ടാക്സ് അല്ലെങ്കിൽ ലൈസൻസ് ഫീസ് അവർ പേ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നമുക്കറിയാം, കോവിഡ് ടൈമിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരു 3-4 മാസം ഈ പ്രൈവറ്റ് ബസ് ഓടുന്നില്ല. ആൻഡ് ദേ ഹാവ് ഫേസ് സം ചലഞ്ചസ്. കാരണം ചലഞ്ച് ഒരു ഫേസ് ചെയ്തു, കാരണം പൈസ ഇല്ല, ടാക്സ് ഇറക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ കേരള ഗവൺമെന്റ് പറഞ്ഞു, ആ കാലത്ത് കോവിഡിന്റെ ആ ടൈം പീരീഡിൽ ഈ പറഞ്ഞ ബസ് ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യണ്ട, ടാക്സ് പേ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. സോ അറിയേണ്ടത്, പ്രൊഡക്ഷൻ ടാക്സ് പ്രത്യേകത എന്താ? ഒരു ഫേം ഉണ്ട് എങ്കിൽ അവർ പേ ചെയ്യണം. ആ ഫേം വർക്ക് ചെയ്തോ ഇല്ലയോ? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി നമ്മുടെ മോഹൻലാൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ലാൻഡ് ഉണ്ടല്ലോ അവിടെ, ആ ലാൻഡ് ബിൽഡിംഗ് ഇല്ലേ? ഈ പറഞ്ഞ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി റൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഓടി തുടങ്ങിയിട്ടില്ല. അപ്പോഴും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടാക്സ് പേ ചെയ്യണം. ഈവൻ ദോ ദർ ഈസ് നോ പ്രൊഡക്ഷൻ ഓഫ് ദ ബിസ്ക്കറ്റ് ബൈ ദിസ് കമ്പനി, എന്താണ്? ടാക്സ്, ലാൻഡ് റവന്യൂ പേ ചെയ്യേണ്ടതുണ്ട്. സോ പ്രൊഡക്ഷൻ ടാക്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഐറ്റം എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡെപ്ത് ഓഫ് ദ ഐറ്റം ആണ്. കാരണം ഓരോ ഉൽപ്പന്നത്തിനും സ്പെസിഫിക് ആയ ടാക്സാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. ക്ലിയർ ആണോ? സോ ഈ പറഞ്ഞ ബിസിനസ് ഫേം നീഡ് ടു പേ സം ടാക്സ് ഓഫ് സപ്പോസ് 20 rupees പ്രൊഡക്ഷൻ ടാക്സ് പേ ആണെന്ന് വിചാരിക്കുക. 20 രൂപ പ്രൊഡക്ഷൻ ടാക്സ് എന്ത് ചെയ്യണം? അവര് പേ ചെയ്യണം. സോ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുമ്പോൾ ലൈസൻസ് ഫീ, രജിസ്ട്രേഷൻ ഫീ, ലാൻഡ് റവന്യൂ എല്ലാം ഉൾപ്പെടുന്നു അറിഞ്ഞിരിക്കുക. ഇത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യേണ്ടതാണ്? ഈ പറഞ്ഞ ഫേം കൊടുക്കേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ സബ്സിഡി. സോ നമ്മുടെ നിർമ്മാണത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ നേരത്തെ കേസ് എന്തായിരുന്നു? പ്രൊഡക്റ്റ് സബ്സിഡി. എന്തിനു വേണ്ടിയാണ്? ആ ഉൽപ്പന്നം ആൾക്കാർ കൺസ്യൂം ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ഉൽപ്പന്നത്തിന്റെ വില കുറച്ചു. നമ്മൾ കണ്ടു, നമ്മുടെ കോക്കനട്ട് ഓയിലിന്റെ കേസ് പറഞ്ഞു. സോ ഗവൺമെന്റ് അതിന്റെ വില കുറച്ചു. ഇവിടെ എന്താ പറഞ്ഞത്? പ്രൊഡക്ഷൻ സബ്സിഡിയാണ്. എന്താണ് എയിം ചെയ്യുന്നത്? നിർമ്മാണത്തിനെ സഹായിക്കുക. ദ എയിം ഓഫ് ദ പ്രൊഡക്ഷൻ സബ്സിഡി ഈസ് ടു എയ്ഡ്, ടു സപ്പോർട്ട് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദ എക്കണോമി. നമ്മുടെ എക്കണോമിയിലെ നിർമ്മാണത്തിനെ എന്ത് ചെയ്യുക? സഹായിക്കുക. അതിനെ എയ്ഡ് ചെയ്യുകയാണ് എന്ത്? പ്രൊഡക്ഷൻ സബ്സിഡി ലക്ഷ്യമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗവൺമെന്റ് യൂസ് ടു ഗീവ് ഇൻപുട്ട് സബ്സിഡി ടു ഫാമേഴ്സ്. നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ ഫ്രീ ആയിട്ടാണ് എന്ത്? വിത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫാമേഴ്സിന് സീഡ് എന്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വൈദ്യുതി പലപ്പോഴും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്, പഞ്ചാബ് എടുക്കുമ്പോൾ അവിടെ എന്താ? ഈ പറഞ്ഞ ഫ്രീ ആയിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ റെയിൽവേ സബ്സിഡി, ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മേ പ്രൊവൈഡ് സം ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി ടു ഫാമേഴ്സ് ആൻഡ് ഫേംസ്. അതുപോലെ MSMEകൾക്ക്, ചെറുകിട വ്യവസായങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. ആൻഡ് യു ക്യാൻ സി, ഇതൊക്കെ എന്താണ്? അവരുടെ പ്രൊഡക്ഷന്റെ പ്രൈസ് കുറയ്ക്കാൻ സഹായിക്കുന്നതല്ലേ? ഇപ്പൊ ഒരു ഫേമിന് സബ്സിഡി കിട്ടുന്നു, ഒരു ഫേം ഉണ്ട്, ആ ഫേമിന് വൈദ്യുതി അടയ്ക്കേണ്ടെന്ന് ഗവൺമെന്റ് പറയാണ്. ഒരു ഫേം ഉണ്ട്, ആ ഫേം എന്ത് ചെയ്യണ്ട? വൈദ്യുതി ബില്ല് അടയ്ക്കണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? സിൻസ് ദേ ആർ ഗെറ്റിംഗ് ഇൻസെന്റീവ്, സിൻസ് ദേ ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫ്രം ദ ഗവൺമെന്റ്, സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്ന ഭാഗമായിട്ട് ഉൽപാദന ചെലവ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന്റെ കോസ്റ്റ് എന്ത് ചെയ്യാം? അവർക്ക് കുറയ്ക്കാം. സോ
ഈ പറഞ്ഞ സബ്സിഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൈസ് റെഡ്യൂസിങ് ഫാക്ടർ ആണ്. സോ ഇവിടെ നോക്കുക, സപ്പോസ് ദർ ഇസ് എ സബ്സിഡി ഓഫ് 10 രൂപ കിട്ടി. സോ അപ്പൊ എത്ര വരും? 90 ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് എത്ര? 20. പ്രൊഡക്ഷൻ സബ്സിഡി എത്ര? 10. 90 പ്ലസ് 20 മൈനസ് 10 എത്ര വരുന്നു? 100 ആയിരിക്കും. So this is how we define the different terms or different prices in the economy: market price, basic price, and factor cost. Factor cost എന്ന് പറയുമ്പോൾ റെന്റ്, വേജ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്. നമുക്കറിയാം, ഒരു നിർമ്മാതാവ് ഒരു സാധനം നിർമ്മിച്ചത് വിറ്റു, ആ കിട്ടിയ പൈസ എന്ത് ചെയ്യുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. So the producer, after selling the item in the market, വിപണിയിൽ ഒരു സാധനം വിറ്റ ശേഷം കിട്ടിയ പൈസ എന്ത് ചെയ്യും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ലേബറിന് റെന്റ്, വേജ്, ലേബറിന് വേജ്, ലാൻഡിന് റെന്റ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, അയാളുടെ ലാഭം, അതിനുവേണ്ടി അയാൾ എടുക്കും. ഇതാണ് എന്ത്? the 3 different costs. And now we can combine ഈ പറഞ്ഞ ഫാക്ടർ കോസ്റ്റും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസും റിലേഷൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു? In earlier case, we only discussed the relation between market price and basic price. So now we are discussing the relation between market price and factor cost. So ആദ്യം പറഞ്ഞ എന്താണ്? മാർക്കറ്റ് പ്രൈസിന്റെയും ബേസിക് പ്രൈസിന്റെയും റിലേഷൻ ആണ് പറഞ്ഞത്. Now we are going to say the relation between market price and factor cost. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് we are substituting the equation of basic price in this equation. നമ്മൾ മുകളിൽ കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, എന്ത്? ബേസിക് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ സബ്സിഡി, പ്രൊഡക്ഷൻ ടാക്സ്. ബേസിക് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് പറഞ്ഞു അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ ബേസിക് പ്രൈസിന് പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ വരും മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് വരും. ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. Can I say this? ഇങ്ങനെ പറയാമോ? എനിക്ക് ഇങ്ങനെ പറയാമോ? സാറ് പറഞ്ഞോ സാറേ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പറയാമോ എനിക്ക്? യെസ്. സോ എനിക്ക് പറയാമല്ലോ. നമ്മൾ നോക്കുകയാണ്, ഇതിന് we are combining the tax component. ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടാക്സിനെയും അതുപോലെ പ്രൊഡക്റ്റ് ടാക്സ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. വി ആർ കമ്പൈനിങ് ദ സബ്സിഡി കമ്പണന്റ്. പ്രൊഡക്ഷൻ സബ്സിഡിയെയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സബ്സിഡി എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. സോ ആഫ്റ്റർ കമ്പൈനിങ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി പ്ലസ് പ്രൊഡക്റ്റ് സബ്സിഡി. മൈനസ് ഓഫ് ആണ്, അതുകൊണ്ട് എന്താ? ഈ മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി മാറും. സോ മനസ്സിലായോ? ശരിയാണോ? ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? എല്ലാവരും പറയൂ. ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് ഓഫ് പ്രൊഡക്ഷൻ സബ്സിഡി പ്ലസ് പ്രൊഡക്റ്റ് സബ്സിഡി. ഒന്നും ചെയ്തില്ല. എന്താ ചെയ്തേക്കുന്നത്? റീഅറേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തു. ഈ പറഞ്ഞ പ്രൊഡക്ഷൻ സബ്സിഡിയെയും നമ്മൾ ഒരുമിച്ച് വരുത്തി. ഈ കണ്ട ടാക്സിനെയും ഈ ടാക്സിനെയും ഒരുമിച്ച് വരുത്തി. സോ വി ക്യാൻ സി ദിസ് ടാക്സ്, പ്രൊഡക്ഷൻ ടാക്സ് പ്ലസ് product tax in combine these two taxes
we can call this tax as indirect tax നമുക്ക് വിളിക്കാം. So we can call this tax as indirect tax. Then subsidies എന്ന് പറഞ്ഞ ഈ പറഞ്ഞ സബ്സിഡി നമുക്ക് വിളിക്കാം. So ഇക്വേഷൻ വരും market price equal to factor cost plus indirect taxes minus subsidies എന്ന് പറയാം. ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറയുമ്പോൾ ഇതിന് പറയുന്നതാണ് പരോക്ഷ നികുതി എന്ന് പറയും. പരോക്ഷ നികുതി. സോ പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. സോ വി വിൽ ഡിസ്കസ് ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ടാക്സ് പിന്നെ പഠിക്കുന്നതായിരിക്കും. സോ ടാക്സ് എന്ന് പറയുമ്പോൾ ഡയറക്ട് ടാക്സും ഉണ്ട്, അതുപോലെ ഇൻഡയറക്ട് ടാക്സും ഉണ്ട്. സോ പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നേരിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? പ്രത്യക്ഷ നികുതിയാണ്. ഇപ്പോൾ ഇൻകം ടാക്സ്, ആദായ നികുതി ഇല്ലേ, ആദായ നികുതി അടയ്ക്കുന്നത് എങ്ങനെയാ? നമ്മൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ്. നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആ പ്രൊഫൈൽ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് അടയ്ക്കുകയാണ്, അല്ലേ? സോ വി ആർ പേയിങ് ടാക്സ് ടു ദ ഗവൺമെന്റ് ഡയറക്ട്ലി. എന്നാൽ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ അങ്ങനല്ല. ഈ പറഞ്ഞ ടാക്സ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്തു, എന്നിട്ട് കടക്കാനാണ് എന്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ GST. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നു, സാധനത്തിനൊക്കെ ടാക്സ് കൊടുക്കുന്നു. ഈ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഗവൺമെന്റ് അടയ്ക്കുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. കടക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. അതാണ് എന്ത്? ഇൻഡയറക്ട് ടാക്സ്. സോ നമുക്ക് ഇക്വേഷൻ പറയാം, മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി. ഈ ഇക്വേഷൻ കൊടുത്തിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ലേൺ ദിസ് ഇക്വേഷൻ ബൈ ഹാർട്ട്. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഫ് യു ലേൺ ദിസ് കൺസെപ്റ്റ്, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ്, കാണാൻ പഠിക്കാതെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാം. ഓക്കെ. സോ അങ്ങനെ നമ്മൾ നാഷണൽ ഇൻകം വന്ന എന്താണ് ചാപ്റ്ററിലേക്ക് നമ്മൾ പെയ്യനെ വാതിൽ തുറക്കുകയാണ്. ഇതുവരെ നമ്മൾ വാതിൽ മുന്നേ ആയിട്ട് നമ്മൾ പണ്ട് ഈ ഗെയിമൊക്കെ കളിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഇതുണ്ടല്ലോ, എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആദ്യം കുറച്ച് തടസ്സങ്ങൾ നമ്മൾ മറികടക്കണമുണ്ട്. സോ തടസ്സങ്ങൾ മറികടന്ന് നമ്മൾ എന്താ നാഷണൽ ഇൻകത്തിന്റെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. നമ്മുടെ മനുഷ്യത്താല് മോഹൻലാലും ശോഭനയൊക്കെ തുറക്കത്തില്ലേ, മറ്റേ ഇതാണ് എന്തായാലും പറഞ്ഞത്, ഒരു തുറക്കല്ലോ, മേളത്തെ റൂം തുറക്കുമല്ലോ, എന്താ പേര് പറയല്ലോ, എന്താണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ തെക്കിനി അത് തന്നെ, തെക്കിനി. സോ തെക്കിനി തുറക്കുമല്ലോ. അപ്പൊ തെക്കിനി തുറക്കുമ്പം ചിലന്തിയിലൊക്കെ ആയിട്ട് ഇരിക്കത്തില്ലേ, അതുപോലെ നമ്മൾ തെക്കിനി തുറക്കാൻ പോവാണ് നാഷണൽ ഇൻകത്തിന്റെ. സോ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ദ പ്രാക്ടീസ്, അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ദ പ്രാക്ടീസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ എ കൺട്രി. സോ ദേശീയ വരുമാനത്തിന്റെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ it refers to the practice of calculating the output of economic activity in a country. ഒരു കൺട്രിയിലെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഔട്ട്പുട്ടിന്റെ മെഷർമെന്റ് ആണ് എന്ത്? നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് മീൻ ചെയ്യുന്നത്. ആൻഡ് നാഷണൽ ഇൻകം മീൻസ്, സിംപ്ലി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ബൈ നാഷണൽസ് ഓഫ് എ കൺട്രി ഇൻ ദ എക്കണോമിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം ഒരു കൺട്രിയുടെ എക്കണോമിക് ടെറിട്ടറിയിൽ അവിടെയുള്ള നാഷണൽസ് ജനറേറ്റ് ചെയ്ത ടോട്ടൽ ഇൻകം. സോ ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാമ്പത്തിക വർഷം ഒരു കൺട്രിയുടെ എക്കണോമിക് ടെറിട്ടറിയിൽ ആ കൺട്രിയിലെ നാഷണൽസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആണ് നാഷണൽ ഇൻകം എന്ന് നമുക്ക് സിംപ്ലി പറയാം. സോ വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്, വി വിൽ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് GDP എന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. അതുപോലെ ഗ്രോസ് വാല്യൂ അഡീഷൻ എന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്ന ഒഫീഷ്യൽ ഇക്വേഷൻ ഓഫ് നാഷണൽ ഇൻകം ഉണ്ട്, ദേശീയ വരുമാനത്തിന്റെ ഒഫീഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ കണ്ടിരുന്നു, there are 3 methods of estimating national income: income method, product method, or expenditure method or consumption method എന്ന് തന്നെ പറയാം. സോ വി വിൽ ഡിസ്കസ് ദി 3 മെത്തേഡ്സ്. ഈ 3 മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്താണ് ഇൻകം മെത്തേഡ്,
ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെമ്യൂണറേഷൻസ് അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെന്റ്സിന്റെ സം ആയിരിക്കും ഈ പറഞ്ഞ ഇൻകം മെത്തേഡ് മെഷർ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡ് മെഷർ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് മെയിൻലി മെഷേഴ്സ് ദ ഔട്ട്പുട്ട് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് ആണ് എന്ത് പ്രൊഡക്റ്റ് മെത്തേഡ് മെഷർ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ മെത്തേഡിൽ വി ആർ മെയിൻലി മെഷറിംഗ് ദ എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമിയാണ്. എക്കണോമിയിൽ നടക്കുന്ന ചെലവുകളാണ് എന്ത് കൺസ്ട്രക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് നാഷണൽ ഇൻകം ഉണ്ട്. നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ ഡിഫറെന്റ് ഫോംസ് നമുക്ക് പറയുകയാണെങ്കിൽ ദർ ഈസ് GDP, GNP, NDP, NNP. ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം നാഷണൽ ഇൻകം ആണ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് നാഷണൽ ഇൻകം. GDP ആയാലും GNP ആയാലും NDP ആയാലും NNP ആയാലും വി ക്യാൻ യൂസ് ദിസ് ഫോംസ് ഇൻ ഡിഫറെന്റ് ഡയമെൻഷൻസ്. പല പല ഡയമെൻഷൻസിൽ പല പല ഏരിയയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡിഫറെന്റ് ഫോംസ് യൂസ് ചെയ്യാൻ കഴിയും. Okay, so hereby we are concluding today's discussion.